ഹലോ ഓൾ. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ സിലബസിലുള്ള രണ്ടാമത്തെ ടോപ്പിക്കായ പ്രിയാമ്പിൾ ആണ്. സോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയെ പറ്റി ഡിസ്കസ് ചെയ്തിരുന്നു. അതിന്റെ കുറച്ച് ബേസിക്സിനെ പറ്റി പറഞ്ഞു. അതേപോലെ തന്നെ നമ്മളുടെ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി ഉണ്ടാക്കുകയും അതിലേക്കുള്ള ഇലക്ഷന്റെ കാര്യവും അതിലെ മെമ്പേഴ്സിന്റെ കാര്യവും സ്ട്രെങ്ത് അതൊക്കെ നമ്മൾ പറയുകയുണ്ടായി. സോ നമുക്ക് ഇനിയും പറയാനുള്ളത്, നമ്മളപ്പം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആ ഒരു നിർമ്മാണ രീതിയും കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്തു. ഇനി നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്തുള്ള ഭാഗങ്ങളെ പറ്റി, ഓരോ പാർട്സിനെ പറ്റിയാണ് ഡിസ്കസ് ചെയ്യാനുള്ളത്. സോ ഫസ്റ്റ് നമ്മൾ തുടങ്ങുന്നത് തന്നെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഓപ്പണിംഗ് ഡോക്യുമെന്റ് ആയ പ്രിയാമ്പിളിനെ പറ്റിയിട്ടാണ്. സോ പ്രിയാമ്പിൾ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒരു ഐഡിയ നമുക്ക് ഈ ഒരു പ്രിയാമ്പിൾ വായിച്ചാൽ കിട്ടും. നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്കുള്ള ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പ്രിയാമ്പിളിനെ പറയാം. സോ ഈ ഒരു പ്രിയാമ്പിൾ പറയുന്നതിന് മുമ്പ് നമുക്ക് അതിന്റെ ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട് നോക്കാം. സോ 1946 നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി ക്രിയേറ്റ് ചെയ്തതെന്ന് നമ്മൾ പറഞ്ഞു. സോ അതിന്റെ മെയിൻ ലക്ഷ്യം നമ്മളുടെ കൺട്രിക്ക് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക എന്നുള്ളത്. സോ ഈ ഒരു ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് വന്ന ഫസ്റ്റ് ക്വസ്റ്റ്യൻ വാസ്, എങ്ങനെയായിരിക്കണം നമ്മളുടെ രാജ്യത്തിന് വേണ്ടിയുള്ള കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ടാവേണ്ടത്, എന്തായിരിക്കണം, എന്തൊക്കെയാണ് അതിൽ വേണ്ട പോയിന്റ് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇങ്ങനെ വന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ ആയിട്ട് ജവഹർലാൽ നെഹ്റു ഒരു റെസൊല്യൂഷൻ കൊണ്ടുവന്നു. ആ റെസൊല്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. അതൊരു സമ്മറി ഡോക്യുമെന്റ് ആയിരുന്നു. അതിൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എങ്ങനെയായിരിക്കണം, നമ്മളുടെ നേഷൻ എങ്ങനെയായിട്ടാണ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത്, അതിനകത്തുള്ള നമ്മളുടെ നേഷന്റെ ബാക്കി ഈ റിസർവേഷൻ, അതായത് ബാക്ക്വേർഡ് ക്ലാസ്സുകൾക്ക് വേണ്ട റിസർവേഷന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ നമ്മുടെ നേഷന്റെ ഒരു നേച്ചർ എങ്ങനെയായിരിക്കണം, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഈ ഒരു 1946 കാലഘട്ടത്ത് ഈ ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ഇത് 100% മെജോറിറ്റിയോട് കൂടി പാസ്സായ ഒരു ഡോക്യുമെന്റ് ആണ്. അതായത് ആ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ പ്രസന്റ് ആയിട്ടുള്ള എല്ലാവർക്കും ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് ഓക്കെ ആയിരുന്നു, അവരത് പാസ്സാക്കി വിട്ടു. സോ യുനാനിമസ് ആയിട്ട് പാസ്സായ ഒരു ഡോക്യുമെന്റ് ആയിരുന്നു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ. പിന്നെ അതിനുശേഷം കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലി പല കമ്മിറ്റികൾ ഉണ്ടാക്കി നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ നിർമ്മാണം തുടങ്ങി. അങ്ങനെ 1949 എല്ലാം കഴിഞ്ഞപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷനെ നമ്മൾ എന്ത് ചെയ്തു, മോഡിഫൈ ആക്കി പ്രിയാമ്പിൾ എന്ന് പറയുന്ന ഒരു ഡോക്യുമെന്റ് ആക്കി. സോ ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ തന്നെയാണ് നമ്മൾ മോഡിഫൈ ചെയ്ത് പ്രിയാമ്പിൾ ആക്കുന്നത്. സോ ഇപ്പോൾ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഹു ഇസ് ദ ഫാദർ ഓഫ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് ചോദിച്ചാൽ ജവഹർലാൽ നെഹ്റു ആണ് ആൻസർ വരുന്നത്. അതേപോലെ തന്നെ ഹു ഇസ് ദ ഫാദർ ഓഫ് പ്രിയാമ്പിൾ എന്ന് ചോദിച്ചാലും ആൻസർ വരുന്നത് അദ്ദേഹം തന്നെയാണ്. കാരണം ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ തന്നെ ഒരു മോഡിഫിക്കേഷൻ ആണ് നമ്മളുടെ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ ഇതിൽ നോട്ട് ചെയ്യേണ്ട ഒരു ഫാക്ട് എന്താന്ന് വെച്ചാൽ 1946 ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ 100% മെജോറിറ്റിയോടുകൂടിയാണ് പാസ്സായതെങ്കിൽ അതിന്റെ തന്നെ മോഡിഫൈഡ് വേർഷനായ പ്രിയാമ്പിള് 1949 യുനാനിമസ് ആയിട്ടല്ല പാസ്സാവുന്നത്. അതിന്റെ 100% മെജോറിറ്റി ഉണ്ടായിരുന്നില്ല. ഒരു 65-35 റേഷ്യോയിലായിരുന്നു. ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ ആണ്. 65-35 റേഷ്യോയിലായിരുന്നു അത് പാസ്സായത്. എനിവേ മെജോറിറ്റി ഉള്ളത് കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പ്രിയാമ്പിളിനെ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ പാർട്ടായിട്ട് ആഡ് ചെയ്തു. പിന്നെ വേറെ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, നമ്മളുടെ ഈ ഒരു ഓപ്പണിംഗ് ഡോക്യുമെന്റ് എന്നൊക്കെ വിളിക്കുന്ന നമ്മളുടെ പ്രിയാമ്പിൾ, നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തുറക്കുമ്പോൾ തന്നെ നമ്മൾ ആദ്യം കാണുന്ന ഈ ഒരു ഡോക്യുമെന്റ് ആയിരുന്നു നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏറ്റവും ലാസ്റ്റ് ആഡ് ചെയ്ത ഡോക്യുമെന്റ്. അതായത് എല്ലാ പാർട്ടുകളും ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ് ഏറ്റവും അവസാനമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രിയാമ്പിൾ ആഡ് ആക്കുന്നത്. സോ ഇതായിരുന്നു ഈ ഒരു പ്രിയാമ്പിളിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ എന്ന് പറയാനുള്ള ഒരു ഹിസ്റ്റോറിക് ബാക്ക്ഗ്രൗണ്ട്. സോ നമുക്കിനിയും പ്രിയാമ്പിളിനെ പറ്റി പ്രോപ്പർ ആയിട്ട് ഡിസ്കസ് ചെയ്യാം. സോ നമ്മൾ ഈ ഒരു പ്രിയാമ്പിളിനെ പറ്റി ഡിസ്കസ് ചെയ്യുമ്പോൾ നമുക്ക് 4 കോമ്പോണൻസ് അതിൽ കാണണം: സോഴ്സ്, നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. ഇങ്ങനെ ഒരു 4 കോമ്പോണൻസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രിയാമ്പിൾ പഠിക്കാൻ കുറച്ചുകൂടെ എളുപ്പമായിരിക്കും. സോ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് സോഴ്സ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ സോഴ്സ് ഓഫ് പവർ എന്താണ് എന്നാണ് ഈ ഒരു കോമ്പോണന്റ് ഡിസ്കസ് ചെയ്യുന്നത്. എവിടുന്നാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് പവർ കിട്ടുന്നത്? സോ ഇതിന്റെ ആൻസർ, ഈ ഒരു ഫസ്റ്റ് കോമ്പോണന്റ് ആൻസർ നമുക്ക് പ്രിയാമ്പിളിന്റെ ഫസ്റ്റ് സെന്റൻസിൽ നിന്ന് തന്നെ കിട്ടും. ദാറ്റ് ഈസ് വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ ക്രിയേറ്റ് ചെയ്ത് ജനങ്ങൾക്ക് തന്നെ കൊടുത്ത ഒരു ഡോക്യുമെന്റ് ആണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ പവർ അൾട്ടിമേറ്റ്ലി വരുന്ന ആരുടെ കയ്യിലാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. സോ ആ ഒരു ഫസ്റ്റ് കോമ്പോണന്റ് എന്ന് പറയുന്ന സോഴ്സ് ഓഫ് അതോറിറ്റി ഓഫ് കോൺസ്റ്റിറ്റ്യൂഷൻ എവിടുന്നാന്നുള്ളത്. സോ അതിന്റെ ആൻസർ ഈസ് പീപ്പിൾ ഓഫ് ഇന്ത്യ. അതാണ് ഫസ്റ്റ് സെന്റൻസിൽ തന്നെ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ബാക്കിയൊന്ന് വായിച്ചു നോക്കാം. വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ ഹാവിംഗ് സോളംലി റിസോൾവ് ടു കോൺസ്റ്റിറ്റ്യൂട്ട് ഇന്ത്യ ഇൻ ടു എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് റിപ്പബ്ലിക് ആൻഡ് ടു സെക്യൂർ ടു ഓൾ സിറ്റിസൺസ്. സോ ഈ 5 കീവേഡ് നോട്ട് ചെയ്യുക. ഇതാണ് നമ്മളുടെ സെക്കൻഡ് കോമ്പോണന്റ് എന്ന് പറയുന്നത്, അതായത് നേച്ചർ ഓഫ് അവർ കൺട്രി. നമ്മുടെ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം എങ്ങനെയുള്ള ഒരു കൺട്രിയാണ് എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന 5 കീവേഡ്സ് ആണ് ഈ പറയുന്ന
നമ്മുടെ നേച്ചർ ഓഫ് ഇന്ത്യൻ സ്റ്റേറ്റിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള 5 കീവേഡ്സ്, ദാറ്റ് ഈസ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. താഴോട്ട് വരുമ്പോൾ നമ്മൾ ഇതൊക്കെ വളരെയധികം ഡീറ്റെയിൽ ആയിട്ട് വായിക്കും. സോ നെക്സ്റ്റ് വരുന്നത് ഈസ് ആൻഡ് ടു സെക്യൂർ ടു ഓൾ സിറ്റിസൺ ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്, equality of status and of opportunity, and to promote them among all, and fraternity assuring dignity of the individual and unity and integrity of the nation. സോ ഈ പറഞ്ഞ പാരഗ്രാഫ് വരുന്നത് ഒബ്ജക്റ്റീവിന്റെ അണ്ടറിലാണ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ എന്താണ് അതിന്റെ ജനങ്ങൾക്ക്, ആ ഒരു രാജ്യത്തിന്റെ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു 4 കീവേഡ്സിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത്. ആദ്യത്തെ കീവേഡ് ഈസ് ജസ്റ്റിസ്. അതും 3 ടൈപ്പുള്ള ജസ്റ്റിസ്: സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. രണ്ടാമത്തെ കീവേഡ് ഈസ് ലിബർട്ടി. ലിബർട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് അതിനെ ഒരു ഫ്രീഡം എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഓൾട്ടർനേറ്റീവ് വേർഡ് ആയിട്ട് ഫ്രീഡം, നമുക്ക് തന്നിട്ടുള്ള ഒരു സ്വാതന്ത്ര്യം. എന്തൊക്കെ കാര്യങ്ങളിൽ? തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഈ 5 കാര്യങ്ങളിലുള്ള ലിബർട്ടി. മൂന്നാമത്തെ കീവേഡ് പറയുന്നത് ഈസ് ഇക്വാളിറ്റി. 2 കാര്യങ്ങൾ: സ്റ്റാറ്റസ് ആൻഡ് ഓഫ് ഓപ്പർച്യൂണിറ്റി, ആൻഡ് അത് എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുക. അതാണ് ഇക്വാളിറ്റി ത്രൂ ഉറപ്പുവരുത്തുന്നത്. പിന്നെ വരുന്നത് ഈസ് ഫ്രട്ടേണിറ്റി. ഫ്രട്ടേണിറ്റി അഷ്യൂർ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ അന്തസ്സ്, അതായത് ഡിഗ്നിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് ഒരു കൺട്രിയുടെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. സോ ഈ ഒരു ഒബ്ജക്റ്റീവിന്റെ അണ്ടറിൽ നമുക്ക് 4 കീവേഡ്സ് ആണ് വരുന്നത്: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. സോ പ്രിയാമ്പിളിൽ ടോട്ടൽ നമ്മൾ പഠിക്കാനുള്ളത് 9 കീവേഡുകളാണ്. അതിൽ 5 കീവേഡുകൾ വരുന്നത് നേച്ചർ ഓഫ് അവർ കൺട്രി, അതായത് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്കിന്റെ അണ്ടറിൽ 5 എണ്ണവും, ബാക്കി 4 എണ്ണം ഒബ്ജക്റ്റീവ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റിയുടെ അണ്ടറിൽ 4 എണ്ണം. ടോട്ടൽ 9 കീവേഡ്സ് നമ്മൾ താഴെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. പിന്നെ വരുന്നത് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. നമ്മൾ കഴിഞ്ഞ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു നമ്മൾ എന്നായിരുന്നു ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ നമ്മൾ അഡോപ്റ്റ് ചെയ്തെന്നുള്ളത്. അതിൽ പറഞ്ഞിരിക്കുന്ന ഡേറ്റ് തന്നെ, ദാറ്റ് ഈസ് 26 നവംബർ 1949. ഇതായിരിക്കും നമ്മുടെ ഡേറ്റ് ഓഫ് അഡോപ്ഷൻ, നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ദിവസം. അതാണ് ഈ ഒരു ഡേറ്റ് ത്രൂ നമ്മൾ പറയുന്നത്. സോ നമ്മൾ പ്രിയാമ്പിൾ പറയുമ്പോൾ നമ്മൾ 4 കോമ്പോണൻസ് കൺസിഡർ ചെയ്യണം. ഫസ്റ്റ് വൺ വാസ് സോഴ്സ്. സോഴ്സിൽ നമ്മൾ പറയുന്നത് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് എവിടെ നിന്നാണ് അതിന്റെ പവർ കിട്ടുന്നത്, ആ ഒരു അതോറിറ്റി എവിടെ നിന്നാണെന്നുള്ളത്. ദാറ്റ് ഈസ് ദി പീപ്പിൾ ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ജനങ്ങൾക്ക് വേണ്ടി തന്നെ നിർമ്മിച്ച ഒരു ഡോക്യുമെന്റ്. പിന്നെ വരുന്നത് നമ്മളുടെ കൺട്രി എങ്ങനത്തെ ഒരു കൺട്രിയാണ്, നമ്മളുടെ കൺട്രിയെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന 5 കീവേഡ്സ് നേച്ചറിന്റെ അണ്ടറിൽ, ദാറ്റ് ഈസ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. പിന്നെ വരുന്നത് നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഒബ്ജക്റ്റീവ്, എന്താണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നുള്ളത്. അതിൽ വരുന്ന 4 കീവേഡ്സ്: ജസ്റ്റിസ്, സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ, പിന്നെ ലിബർട്ടി ഓഫ് 5 കാര്യങ്ങളിൽ, തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. പിന്നെ വരുന്നത് ഇക്വാളിറ്റി, സ്റ്റാറ്റസിന്റെ കാര്യത്തിലും ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലും. പിന്നെ ഫ്രട്ടേണിറ്റി ത്രൂ നമ്മൾ അഷ്യൂർ ചെയ്യുന്നത് ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി, അതേപോലെ തന്നെ ഒരു നേഷന്റെ യൂണിറ്റി, ഇന്റഗ്രിറ്റി. പിന്നെ നമ്മൾ പറയുന്നത് നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്ത ഡേറ്റ്, ദാറ്റ് ഈസ് 26 നവംബർ 1949. സോ ഇതായിരുന്നു നമ്മളുടെ പ്രിയാമ്പിൾ. ഈ കോമ്പറ്റേറ്റീവ് എക്സാംസ് ഒക്കെ നമ്മൾ നോക്കുന്നത് കൊണ്ട് ഈ ഒരു പ്രിയാമ്പിൾ നമ്മൾ കാണാതെ പഠിക്കണം, കംപ്ലീറ്റ് കാണാതെ പഠിക്കണം. കാരണം ഡയറക്റ്റ് ഇതിൽ നിന്ന് തന്നെയാണ് ക്വസ്റ്റ്യൻസ് വരിക. സോ ഈ ഒരു പ്രിയാമ്പിൾ എന്തായാലും അറിഞ്ഞിരിക്കുക, ഫുൾ കാണാതെ പഠിക്കുക. സോ നമുക്ക് ഇനിയും പറയാനുള്ളത്, നമ്മൾ ഈ ഒരു പ്രിയാമ്പിളിൽ നമ്മൾ വേറെ ഏതൊക്കെ കൺട്രീസിന്റെ ഐഡിയോളജീസ് ഫോളോ ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. നമുക്കറിയാം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നമ്മൾ ഉണ്ടാക്കിയപ്പോൾ നമ്മൾ പല കൺട്രീസിന്റെയും ഐഡിയോളജീസ്, ചില കൺട്രീസിന്റെ ഐഡിയോളജീസ് നമ്മൾ ബോറോ ചെയ്ത് എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, സോ ഈ ഒരു പ്രിയാമ്പിളിലും നമ്മൾ ഈ ഒരു വേറെ 2-3 കൺട്രീസിന്റെ ഐഡിയോളജീസ് റിഫ്ലക്ട് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് അത് ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് നോക്കാനുള്ളത് ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ, ഒരു കൺട്രിയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഓപ്പണിംഗ് ഡോക്യുമെന്റ് പോലെ ഒരു പ്രിയാമ്പിൾ വേണം എന്നുള്ള ഒരു പ്രാക്ടീസ്, അത് നമ്മൾ ഫോളോ ചെയ്തത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനാണ്. USA തന്നെയാണ് ഈ ഒരു പ്രാക്ടീസ് ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത്. അതായത് നമ്മുടെ ഒരു കോൺസ്റ്റിറ്റ്യൂഷന് ഇങ്ങനെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഐഡിയ അല്ലെങ്കിൽ ഒരു സമ്മറി പറയുന്ന രീതിയിൽ ഒരു പ്രിയാമ്പിൾ ഓപ്പണിംഗ് ഡോക്യുമെന്റ് പോലെ വേണമെന്നുള്ള ഐഡിയ, അത് നമ്മൾ ബോറോ ചെയ്തത് അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഓൾസോ നോട്ട് ചെയ്യേണ്ട ഒരു കാര്യം, ഈ ഒരു പ്രിയാമ്പിളിന്റെ ഐഡിയ ഫസ്റ്റ് കൊണ്ടുവന്നതും
USA തന്നെയാണ്. ഈ USA മാത്രമല്ലാതെ നമുക്ക് വേറെ കുറച്ച് കൺട്രീസ് കൂടെ നോക്കാനുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളതാണ് ഫ്രാൻസ്. ഫ്രാൻസ് ഒരു റിപ്പബ്ലിക് നേഷൻ ആണ്. സോ നമ്മളുടെ കൺട്രിയിൽ നമ്മൾ കീവേഡ്സ് പറഞ്ഞപ്പോൾ അഞ്ചാമത്തെ കീവേഡ് ആയിട്ട് നമ്മൾ പറഞ്ഞിരുന്നു ദാറ്റ് ഈസ് അതൊരു റിപ്പബ്ലിക് ആണ് നമ്മളുടെ നേഷൻ എന്നുള്ളത്. സോ ഈ ഒരു റിപ്പബ്ലിക് എന്നുള്ള ഐഡിയ നമ്മൾ ഫ്രാൻസിന്റെ ഐഡിയോളജിന്ന് ഫോളോ ചെയ്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഫ്രാൻസിൽ നടന്ന ഒരു ഇമ്പോർട്ടന്റ് ഹിസ്റ്റോറിക് ഇവന്റ് ആണ് ഫ്രഞ്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത്. സോ ഈ ഫ്രഞ്ച് റെവല്യൂഷന്റെ സ്ലോഗനിൽ തന്നെയുള്ള 3 കീവേഡ്സ് നമ്മൾ നമ്മുടെ പ്രിയാമ്പിളിൽ ഫോളോ ചെയ്തിട്ടുണ്ട്. ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. സോ നമ്മൾ ഫസ്റ്റ് പറഞ്ഞിരുന്നു പ്രിയാമ്പിളിന്റെ ഐഡിയ നമ്മൾ USA അമേരിക്കൻ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് എടുത്തിരുന്നു. പിന്നെ 3 കീവേഡ്സ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി എന്നുള്ള 3 കീവേഡ്സ് നമ്മൾ ബോറോ ചെയ്തിരിക്കുന്നത് ഫ്രഞ്ച് റെവല്യൂഷന്റെ ഐഡിയ. അപ്പൊ ഇത് ഫ്രാൻസ് ആയിട്ട് ഡയറക്ട്ലി കണക്ട് ആവും. പിന്നെ വരുന്നൊരു കൺട്രി ഈസ് റഷ്യ. സോ റഷ്യയുടെ കേസിൽ നമ്മൾ എടുത്തിരിക്കുന്ന ഐഡിയോളജി ഈസ് ജസ്റ്റിസ് എന്നുള്ളത്. അതും നമ്മൾ റഷ്യൻ റെവല്യൂഷൻ, ഫ്രഞ്ച് റെവല്യൂഷൻ നടന്നിരുന്ന പോലെ റഷ്യയിൽ ഒരു റഷ്യൻ റെവല്യൂഷൻ നടന്നിരുന്നു. സോ അതിൽ നിന്ന് നമുക്ക് കിട്ടിയ ഐഡിയ ആയിരുന്നു ജസ്റ്റിസ് എന്നുള്ളത്. സോ നമ്മൾ പ്രിയാമ്പിൾ ഡിസ്കസ് ചെയ്തപ്പോൾ പറഞ്ഞു ജസ്റ്റിസ് തന്നെ നമുക്ക് 3 രീതിയിലുണ്ട്: സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സോ ഇതാണ് ഐഡിയോളജീസിന്റെ കേസ് പറയുമ്പോൾ. ഇനി നമുക്ക് നോക്കാനുള്ളത് നമ്മളുടെ പ്രിയാമ്പിളിന്റെ ലാംഗ്വേജ്. ലാംഗ്വേജ് നമുക്കറിയാം, നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. പക്ഷെ ലാംഗ്വേജിന്റെ കേസിൽ സ്റ്റൈല് വരുമ്പോൾ ആ ഒരു ഇംഗ്ലീഷ് ഏത് ടൈപ്പ് ഓഫ് ഇംഗ്ലീഷ് ആണ് നമ്മൾ യൂസ് ചെയ്തത് എന്നൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ആണ്. അത് നോട്ട് ചെയ്ത് വെക്കുക, ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കാം. സോ നമ്മൾ നമ്മളുടെ പ്രിയാമ്പിളിൽ ഫോളോ ചെയ്തിരിക്കുന്നത് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ആണ്. സോ അത് എവിടെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത് എന്ന് ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നമ്മളുടെ പങ്ക്ച്വേഷൻ ആയിക്കോട്ടെ, കോമ ആയിക്കോട്ടെ, അതേപോലെ തന്നെ പാരഗ്രാഫ് സ്റ്റൈൽ ആയിക്കോട്ടെ, ഇതെല്ലാം നമ്മൾ ഓസ്ട്രേലിയൻ ഇംഗ്ലീഷിൽ നിന്നാണ് ഓസ്ട്രേലിയൻ ഇംഗ്ലീഷ് ആണ് നമ്മൾ ഇവിടെ ഈ ഒരു ഐഡിയ ആയിട്ട് ഫോളോ ചെയ്തിരിക്കുന്നത്. ഇനി നമുക്ക് പറയാനുള്ള പോയിന്റ് ഈസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ. അത് ഞാൻ ഓൾറെഡി ക്ലാസ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷന്റെ മോഡിഫൈഡ് വേർഷൻ ആണ് പ്രിയാമ്പിൾ എന്നുള്ളത്. ഇൻട്രൊഡ്യൂസ് ചെയ്തത് ജവഹർലാൽ നെഹ്റു ആയിരുന്നു. ആൻഡ് അത് ഈ ഒരു ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ എന്ന് പറയുന്ന ഡോക്യുമെന്റ് കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിൽ കൊണ്ടുവന്നപ്പോൾ അത് 100% മെജോറിറ്റിയോടുകൂടി പാസ്സായ ഡോക്യുമെന്റ് ആയിരുന്നു. പിന്നെ അത് മോഡിഫൈ ആക്കി പ്രിയാമ്പിൾ ആക്കിയപ്പോൾ അത്രയും തന്നെ മെജോറിറ്റി കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. യുനാനിമസ് ആയിട്ടല്ല ആ ഒരു പ്രിയാമ്പിൾ പാസ്സായത്. അത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ചോദിക്കുന്ന ടൈപ്പ്. അതുകൊണ്ടാണ് അത് പിന്നെയും പറഞ്ഞത്. ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് അമെന്റ്മെന്റ് ആണ്. സോ ഈ ഒരു പ്രിയാമ്പിൾ ക്രിയേറ്റ് ചെയ്ത സമയം തൊട്ടേ പലതരത്തിലുള്ള നമ്മളുടെ ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിലൊക്കെ വന്നിരുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരുന്നു പ്രിയാമ്പിൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണോ എന്നുള്ളത്. സോ ഇതിൽ നമുക്ക് 3 ജഡ്ജ്മെന്റ് നമുക്ക് നോക്കാനുണ്ട്: ബേരുബാരി കേസ്, കേശവാനന്ദ ഭാരതി കേസ്, LIC ഓഫ് ഇന്ത്യ കേസ്. സോ ഈ ഒരു ബേരുബാരി കേസിൽ ഗവൺമെന്റ് പറഞ്ഞത് നമ്മളുടെ ഗവൺമെന്റിലെ കോടതി പറഞ്ഞിരുന്നത് ഈ ഒരു പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്നുള്ളത്. പക്ഷെ ഈ ഒരു വിധിനെ കേശവാനന്ദ ഭാരതി കേസിൽ റിവേർട്ട് ചെയ്തിരുന്നു. കേശവാനന്ദ ഭാരതി കേസിൽ പറഞ്ഞിരിക്കുന്നത് പ്രിയാമ്പിള് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം തന്നെയാണ് എന്നുള്ളത്. സോ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായതുകൊണ്ട് നമുക്ക് ഇനിയും വരുന്ന ക്വസ്റ്റ്യൻ പ്രിയാമ്പിൾ അമെന്റ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. സോ അതിന്റെ ആൻസർ വരുന്നത് യെസ് ആണ്. നമുക്ക് നമ്മളുടെ പ്രിയാമ്പിള് അമെന്റ് ചെയ്യാൻ പറ്റും. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായതുകൊണ്ട് ആർട്ടിക്കിൾ 368 പ്രകാരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മളുടെ പ്രിയാമ്പിള് അമെന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ ഇനി വരുന്ന ക്വസ്റ്റ്യൻ അമെന്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടോ നമ്മളുടെ പ്രിയാമ്പിൾ എന്നുള്ളത്. സോ നമ്മളുടെ പ്രിയാമ്പിള് ഒരു തവണ നമ്മൾ അമെന്റ് ചെയ്തിട്ടുണ്ട്. ആൻഡ് ഈ ഒരു ഒറ്റ തവണയിൽ നമ്മൾ 3 കീവേഡ്സ് ആഡ് ചെയ്തിട്ടുണ്ട്. ആ കീവേഡ്സ് ഏതൊക്കെയാന്ന് നോക്കാം: സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഇത് പലതവണ ഇതേ സെയിം ക്വസ്റ്റ്യൻ തന്നെ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്. സോ ഇത് എന്തായാലും നോട്ട് ചെയ്ത് വെക്കണം. സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി ആണ് നമ്മൾ അമെന്റ്മെന്റ് വഴി ആഡ് ചെയ്ത 3 കീവേഡ്സ്. സോ നമ്മൾ പറഞ്ഞിരുന്നു ഫസ്റ്റ് നമ്മളുടെ നേച്ചർ പറഞ്ഞിരുന്ന സമയത്ത് നമ്മൾ 5 കീവേഡ്സ് പറഞ്ഞിരുന്നു: സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക്. സോ ഇതില് സോഷ്യലിസ്റ്റും സെക്യുലറും നമ്മൾ അമെന്റ്മെന്റ് വഴി ആഡ് ചെയ്തതെന്ന് പറഞ്ഞു. സോ ഈ ഒരു നമ്മളുടെ ഈ ഒരു പ്രിയാമ്പിൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് 1950 ടൈമിൽ ഏതൊക്കെ കീവേഡ്സ് ആയിരുന്നു ക്രിയേഷൻ ടൈമിൽ ഉണ്ടായിരുന്നതെന്ന് ചോദിച്ചാൽ സോവറിനും ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് മാത്രമായിരുന്നു. സോ സോവറിൻ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് കൺട്രി എന്നായിരുന്നു വന്നിരുന്നത്. പക്ഷെ ഈ ഒരു അമെന്റ്മെന്റിന് ശേഷമാണ് നമുക്ക് 5 കീവേഡ്സോട് കൂടി നമ്മൾ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് എന്ന് പറയാൻ തുടങ്ങിയത്. സോ അതും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വരുന്ന ഒരു പോയിന്റ് ഈസ് ഇന്റഗ്രിറ്റി. സോ നമ്മൾ ഫ്രട്ടേണിറ്റി പറഞ്ഞ സമയത്ത്, അതായത് ഒബ്ജക്റ്റീവ് പറഞ്ഞ സമയത്ത് 4ാമത്തെ പോയിന്റ് ആയിട്ട് നമ്മൾ ഫ്രട്ടേണിറ്റി പറഞ്ഞിരുന്നു. ഫ്രട്ടേണിറ്റി ത്രൂ നമ്മൾ ഒരു ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി, അതേപോലെ തന്നെ ഒരു കൺട്രിയുടെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി നമ്മൾ ഉറപ്പുവരുത്തുന്നു എന്ന് പറഞ്ഞു. സോ ഈ ഒരു ഫ്രട്ടേണിറ്റിയുടെ അണ്ടറിൽ വന്ന ഇന്റഗ്രിറ്റി എന്ന വാക്ക് നമ്മൾ എന്ത് ചെയ്തതാണ്? ഈ ഒരു അമെന്റ്മെന്റ് ത്രൂ ആഡ് ചെയ്തതാണ്. ഇനി ക്വസ്റ്റ്യൻ വരുന്ന ഏത് അമെന്റ്മെന്റ് ത്രൂ ആണ് ആഡ് ചെയ്തത്? ആൻസർ ഈസ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ഓഫ് 1976.
സോ നമ്മളുടെ പ്രിയാമ്പിള് അമെന്റ് ചെയ്തിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നമ്മൾ ചെയ്തിട്ടുണ്ട്. എത്ര തവണ ചെയ്തിട്ടുണ്ട്? ഒരു തവണ ചെയ്തിട്ടുണ്ട്. എന്താണ് ആ ഒരു തവണ നമ്മൾ ചെയ്തതെന്ന് ചോദിച്ചാൽ 3 കീവേഡ്സ് ആണ് നമ്മൾ ആഡ് ചെയ്തത്: സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. ഏത് അമെന്റ്മെന്റ് ത്രൂ ആണ് നമ്മൾ അത് ആഡ് ചെയ്തതെന്ന് ചോദിച്ചാൽ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. ഏത് വർഷം എന്ന് ചോദിച്ചാൽ 1976, 1976. സോ പിന്നെ പല പൊളിറ്റീഷ്യൻസ് നമ്മളുടെ ഈ ഒരു പ്രിയാമ്പിളിനെ ഡിസ്ക്രൈബ് ചെയ്ത കുറച്ച് ഡെഫിനിഷൻസ് ആണ്: ഐഡന്റിറ്റി കാർഡ് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ, പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു പൊളിറ്റിക്കൽ ഹൊറോസ്കോപ്പ് ഓഫ് ദി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞ KM മുൻഷി നമ്മളുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ മെമ്പർ ആയിരുന്നു. സോ ആ ഒരു ഡെഫിനിഷനും KM മുൻഷിയുടെ പേരും നോട്ട് ചെയ്ത് വെക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഈസ് ഇൻഗ്രീഡിയൻസ് ഓഫ് ദി പ്രിയാമ്പിൾ. ഇൻഗ്രീഡിയൻസ് ഓഫ് ദി പ്രിയാമ്പിൾ നമ്മൾ ഓൾറെഡി പ്രിയാമ്പിൾ ഡിസ്കസ് ചെയ്ത സമയത്ത് ആദ്യം തന്നെ പറഞ്ഞു പോയിരുന്നു. സോ 4 ഇൻഗ്രീഡിയൻസ് അല്ലെങ്കിൽ കോമ്പോണൻസ് ഓഫ് ദി പ്രിയാമ്പിൾ ആണ് നമുക്കുള്ളത്: സോഴ്സ്, നേച്ചർ, ഒബ്ജക്റ്റീവ് ആൻഡ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ. സോ സോഴ്സിന്റെ അണ്ടറിൽ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് ഈ ഒരു പവർ അല്ലെങ്കിൽ അതോറിറ്റി കിട്ടുന്നതെന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്തിരുന്നത്. അത് നമ്മൾ പറഞ്ഞിരുന്നു, ഇറ്റ്സ് ഫ്രം ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. നമ്മളുടെ സ്റ്റാർട്ടിംഗ് ലൈൻ തന്നെയായ വി ദ പീപ്പിൾ ഓഫ് ഇന്ത്യ. സോ ഈ ഒരു ഫസ്റ്റ് കോമ്പോണന്റ് എന്ന് പറയുന്നത് സോഴ്സ് ഓഫ് അതോറിറ്റി വരുന്നത് പീപ്പിൾ ഓഫ് ഇന്ത്യ ആണ്. രണ്ടാമത് വരുന്നത് ഈസ് നേച്ചർ. എങ്ങനെയായിരിക്കണം നമ്മളുടെ ഇന്ത്യ ആസ് എ കൺട്രി, എങ്ങനത്തെ ഒരു കൺട്രിയാണ് നേച്ചർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റ്? അതിനെ നമ്മൾ 5 കീവേഡ്സ് ത്രൂ നമ്മളുടെ ഇന്ത്യയുടെ നേച്ചറിനെ ഡിസ്ക്രൈബ് ചെയ്യുന്നുണ്ട്: സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക്. പിന്നെ വരുന്ന ഒബ്ജക്റ്റീവ്. ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? എന്തിനാണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ? എന്താണ് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ ജനങ്ങൾക്ക് കൊടുക്കുന്നത്? അതിന് നമ്മൾ 4 കീവേഡ്സ് യൂസ് ചെയ്ത് ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്: ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ജസ്റ്റിസ് 3 കാര്യങ്ങളിൽ: സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. ലിബർട്ടി തോട്ട് എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇക്വാലിറ്റി ആണെങ്കിൽ സ്റ്റാറ്റസിന്റെ ഓപ്പർച്യൂണിറ്റിയുടെയും കേസിൽ. ആൻഡ് ഫ്രട്ടേണിറ്റി വരുന്നത് ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റി, അതേപോലെ തന്നെ ഒരു കൺട്രിയുടെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി. പിന്നെ വരുന്ന 4ാമത്തെ കോമ്പോണന്റ് അല്ലെങ്കിൽ ഇൻഗ്രീഡിയന്റ് ഈസ് ഡേറ്റ് ഓഫ് അഡോപ്ഷൻ ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. എന്നാണ് നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷൻ അഡോപ്റ്റ് ചെയ്തത് എന്നുള്ളത്. ആൻസർ വരുന്നത് നവംബർ 26, 1949. നവംബർ 26, 1949. സോ ഇതായിരുന്നു റിഗാർഡിംഗ് ഇൻഗ്രീഡിയൻസ് ഓഫ് ദി പ്രിയാമ്പിൾ. നമ്മളിത് ഓൾറെഡി നല്ല ഡീറ്റെയിൽ ആയിട്ട് ഫസ്റ്റ് തന്നെ ഡിസ്ക്രൈബ് ചെയ്തിരുന്നു. അതുകൊണ്ട് നമ്മൾ ഇപ്പൊ ഇത്രയും പറഞ്ഞിട്ട് നെക്സ്റ്റ് ടോപ്പിക്കിലേക്ക് പോകാം. നെക്സ്റ്റ് ഈസ് കീ വേർഡ്സ് ഇൻ ദി പ്രിയാമ്പിൾ. സോ കീ വേർഡ്സ് പറയുമ്പോൾ ഞാൻ പ്രിയാമ്പിൾ ഡിസ്കസ് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞു നമുക്ക് 9 കീവേഡ് ആണ് ഉള്ളത്. 5 നമ്മൾ നേച്ചറിൽ പറഞ്ഞിരുന്നു, 4 നമ്മൾ ഒബ്ജക്റ്റീവ്സിന്റെ അണ്ടറിൽ പറഞ്ഞു. സോ നമുക്ക് ഈ 9 ഒറ്റയടിക്ക് നോക്കിപ്പോവാം. ഫസ്റ്റ് വരുന്നത് സോവറിൻ. സോ സോവറിന്റെ അണ്ടറിൽ ഒരു കൺട്രി സോവറിൻ കൺട്രി ആണെന്ന് പറയണമെങ്കിൽ നമുക്ക് ആ ഒരു കൺട്രി ഇൻഡിപെൻഡന്റ് ആണ് എന്ന് പറയാൻ പറ്റണം. അതായത് ആ ഒരു കൺട്രി, നമ്മളുടെ ഇന്ത്യ തന്നെ എടുത്തോട്ടെ, നമ്മളുടെ ഇന്ത്യ ആസ് എ നേഷൻ വേറൊരു കൺട്രിയെ ഡിപ്പെൻഡ് ചെയ്തല്ല നമ്മളുടെ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ഫംഗ്ഷൻസ് നടത്തുന്നതെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ ഇന്ത്യ ഒരു സോവറിൻ നേഷൻ ആണ് എന്നുള്ളത്. അതാണ് ഇന്ത്യ ഈസ് നൈദർ എ ഡിപ്പെൻഡൻസി നോർ എ ഡൊമീനിയൻ. ഡൊമീനിയൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം ബ്രിട്ടീഷ് ഡൊമീനിയൻ കൺട്രി എന്ന് പറയുന്നത് നമ്മൾ ബ്രിട്ടീഷിന്റെ അണ്ടറിൽ വരുന്ന ഒരു കൺട്രിയാണ്. നമുക്ക് എല്ലാ തരത്തിലുള്ള പോർട്ട്ഫോളിയോ മിനിസ്ട്രീസും നമുക്ക് ഹാൻഡിൽ ചെയ്യാം. പക്ഷെ 3 ഒഴിച്ച്: കമ്മ്യൂണിക്കേഷൻ, എക്സ്റ്റേണൽ അഫയേഴ്സ് ആൻഡ് ഡിഫൻസ്. ഇത് 3 ആക്ച്വലി ഒരു കൺട്രിയുടെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോർട്ട്ഫോളിയോസ്. അത് നമ്മളുടെ കയ്യിൽ ഉണ്ടാവില്ല നമ്മളിപ്പോ ഒരു ഡൊമീനിയൻ നേഷൻ ആണെങ്കിൽ. പക്ഷെ നമ്മളൊരു സോവറിൻ നേഷൻ ആണ്. സോ നമുക്ക് നമ്മളുടെ എക്സ്റ്റേണൽ അതേപോലെ തന്നെ ഇന്റേണൽ അഫയേഴ്സ് ഹാൻഡിൽ ചെയ്യാൻ നമ്മൾ ഫ്രീ ആണ്. നമ്മളൊരു ഫ്രീ കൺട്രിയാണ്. അതേപോലെ തന്നെ നമ്മൾ ഒരു കൺട്രിയുടെ അണ്ടറിൽ ഡൊമീനിയൻ ആയിട്ടല്ല വർക്ക് ചെയ്യുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഇന്ത്യ ആസ് എ കൺട്രി ഈസ് ആൻ ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ്. സോ ഒരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആയതുകൊണ്ട് നമ്മളുടെ കൺട്രി ഈസ് എ സോവറിൻ സ്റ്റേറ്റ് ഹു ക്യാൻ കണ്ടക്ട് ഇറ്റ്സ് ഓൺ ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ അഫയേഴ്സ് വിത്തൗട്ട് എനി ഡിപെൻഡൻസി. സോ അതായിരുന്നു സോവറിൻ എന്ന കീവേഡിന്റെ മീനിങ്. പിന്നെ വരുന്നത് ഒരു സോവറിൻ നേഷൻ ആവുമ്പോൾ വരുന്ന വേറൊരു അഡ്വാൻറ്റേജ് കൂടെ. ആസ് എ സോവറിൻ നേഷൻ നമ്മളുടെ കൺട്രിയിൽ വേറൊരു ഫോറിൻ ടെറിട്ടറി നമുക്ക് അക്വയർ ചെയ്യണമെങ്കിലും, അല്ലെങ്കിൽ നമ്മളുടെ കൺട്രിയിലുള്ള ഒരു പാർട്ട് വേറൊരു ഫോറിൻ ടെറിട്ടറിക്ക് കൊടുക്കണമെങ്കിലും നമുക്ക് വേറൊരാളുടെ അനുവാദം വേണ്ട. ആസ് എ കൺട്രി വി ആർ ഫ്രീ ടു ഡു ദാറ്റ്. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഓക്കെ, ഇത് ഇന്ത്യയുടെ സദേൺ പാർട്ട്, ഇത് ശ്രീലങ്കയാണെന്ന് വിചാരിക്കുക. സോ നമുക്ക് ഒരു പ്രത്യേക സാഹചര്യത്തിൽ, ഇത് ഹൈപ്പോത്തറ്റിക്കൽ സിറ്റുവേഷൻ ആണ്, പ്രത്യേക ഒരു സാഹചര്യത്തിൽ നമുക്ക് തോന്നുകയാണ് ഈ ഒരു ശ്രീലങ്ക നമുക്ക് തരാൻ ഈ ഒരു ശ്രീലങ്കൻ കൺട്രിയുടെ ഗവൺമെന്റും ഓക്കെയാണ്, നമ്മളും ഓക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഒരു കൺട്രിയെ സീഡ് ചെയ്ത് നമ്മളുടെ ഇന്ത്യയുടെ ഭാഗമാക്കാൻ നമുക്ക് ഫ്രീ ആണ്. വി ക്യാൻ ഡു ദാറ്റ്.
അറ്റ് ദ സെയിം ടൈം നമുക്ക് ഈ ഒരു തമിഴ്നാടിന്റെ ഒരു ചെറിയ പോർഷൻ ശ്രീലങ്കയ്ക്ക് കൊടുക്കണമെങ്കിൽ അത് മ്യൂച്വൽ ആയിട്ട് രണ്ട് ഗവൺമെന്റ് തീരുമാനിച്ച് മ്യൂച്വൽ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കണമെങ്കിൽ അത് ചെയ്യാനും നമ്മൾ ഫ്രീ ആണ്. നമുക്ക് ആ ഒരു കാര്യം ചെയ്യാൻ നമ്മൾ വേറൊരു കൺട്രിയോടോ വേറൊരു നേഷനോടോ അല്ലെങ്കിൽ വേറൊരു ഇന്റർനാഷണൽ ഗ്രൂപ്പിങ്ങിനോടോ ചോദിക്കേണ്ട ആവശ്യമില്ല. ആസ് എ സോവറൻ നേഷൻ നമുക്കത് തന്നെ ചെയ്യാൻ പറ്റും. സോ സോവറൻ നേഷന്റെ അണ്ടറിൽ രണ്ട് ആസ്പെക്ട്സ് വരും. ഫസ്റ്റ് വൺ ഈസ് നമ്മളുടെ അഫയേഴ്സ് കണ്ടക്ട് ചെയ്യാൻ നമ്മൾ ഇൻഡിപെൻഡന്റ് ആണ്. നമ്മളൊരു ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ആണ്. ഇന്റേണൽ ആയിക്കോട്ടെ എക്സ്റ്റേണൽ അഫയേഴ്സ് ആയിക്കോട്ടെ നമ്മൾ ആ ഒരു കാര്യങ്ങളൊക്കെ കണ്ടക്ട് ചെയ്യാൻ നമ്മളൊരു ഫ്രീ ഇൻഡിപെൻഡന്റ് നേഷൻ ആണ്. സെക്കൻഡ് ഈസ് ആസ് എ സോവറൻ സ്റ്റേറ്റ് നമുക്കൊരു ഫോറിൻ ടെറിട്ടറി സീഡ് ചെയ്യണമെങ്കിൽ, അതായത് നമ്മളുടെ പാർട്ട് ആക്കണമെങ്കിലോ അല്ലെങ്കിൽ നമ്മളുടെ കൺട്രിയിലുള്ള ഒരു ഭാഗം വേറൊരു ഫോറിൻ ടെറിട്ടറിക്ക് കൊടുക്കണമെങ്കിലോ നമുക്ക് വേറൊരാളുടെ അനുവാദത്തിന്റെ ആവശ്യം ഇല്ല. സോ അതായിരുന്നു സോവറൻ സ്റ്റേറ്റിന്റെ ആസ്പെക്ട്. നെക്സ്റ്റ് കീവേഡ് ഇസ് സോഷ്യലിസ്റ്റ്. ഓക്കെ, സോ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിരുന്നു. നമ്മൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴി 3 കീവേഡ്സ് ആഡ് ചെയ്തു. അതിൽ ആഡ് ചെയ്ത ഒരു ടേം ആണ് സോഷ്യലിസ്റ്റ് എന്നുള്ളത്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. ഏത് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ത്രൂ ആണ് സോഷ്യലിസ്റ്റ് എന്ന വാക്ക് നമ്മൾ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലേക്ക് ആഡ് ചെയ്തത് എന്നുള്ളത്? ദാറ്റ് ഈസ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട്. ആൻഡ് ഈ ഒരു സോഷ്യലിസത്തിന്റെ കാര്യം പറയുമ്പോൾ നമുക്ക് രണ്ട് ആസ്പെക്ട് ഓഫ് സോഷ്യലിസം കാണണം. ദാറ്റ് ഇസ് ഡെമോക്രാറ്റിക് സോഷ്യലിസം, അതേപോലെ തന്നെ കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം. സോ നമുക്ക് ആദ്യം കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്താന്ന് പറഞ്ഞു. സോ നമ്മുടെ നാട്ടിൽ ഗുഡ്സ് ആൻഡ് സർവീസസ് ഉണ്ട്. ഈ ഗുഡ്സിന്റെ പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷനും ഉണ്ട്. സോ ഈ ഒരു പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എല്ലാം കണ്ടക്ട് ചെയ്യുന്നത് ഗവൺമെന്റിന്റെ അണ്ടറിലാണെങ്കിൽ, അതായത് പ്രൈവറ്റ് പ്ലേയേഴ്സിന് ഒരു തരത്തിലുള്ള റോളും ഇല്ല. ഇങ്ങനൊരു പ്രൈവറ്റ് പ്ലേയേഴ്സ് എന്നുള്ള കോൺസെപ്റ്റേ ആ ഒരു കൺട്രിയിലില്ല. എല്ലാം ഗവൺമെന്റിന്റെ അണ്ടറിൽ. പ്രൊഡക്ഷൻ ആയിക്കോട്ടെ ഡിസ്ട്രിബ്യൂഷൻ ആയിക്കോട്ടെ അതെല്ലാം നാഷണലൈസ്ഡ് ആണ് എങ്കിൽ നമുക്കതിനെ കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം എന്ന് പറയാം. പക്ഷേ നമ്മളുടെ കൺട്രിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. സോ ഡെമോക്രാറ്റിക് സോഷ്യലിസം ഈ കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസമായിട്ട് വളരെ ഡിഫറെന്റ് ആണ്. ഈ ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം മനസ്സിലാക്കാൻ നമ്മൾ മനസ്സിലാക്കേണ്ട വേറൊരു ടേം ഇസ് മിക്സ്ഡ് എക്കണോമി എന്നുള്ളത്. സോ എന്താണ് മിക്സ്ഡ് എക്കണോമി? നേരത്തെ ഞാൻ പറഞ്ഞ രണ്ട് പ്ലേയേഴ്സ് ഉണ്ട്, അതായത് പബ്ലിക് പ്ലേയേഴ്സ്, ഗവൺമെന്റ് പ്ലേയേഴ്സും ഉണ്ട്, പ്രൈവറ്റ് പ്ലേയേഴ്സും ഉണ്ട്. ഇതിന് രണ്ടിനും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക. നമുക്കറിയാം, ഇപ്പൊ ഒരു കൺട്രിയിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഗവൺമെന്റ് ഇൻഡസ്ട്രീസ് നല്ലതാണ്, പക്ഷെ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനെ കമ്പയർ ചെയ്യുമ്പോൾ ഈ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനായിരിക്കും ടെക്നോളജി വൈസ് ആണെങ്കിലും സ്കിൽഡ് പേഴ്സണൽ വൈസ്ഡ് ആണെങ്കിലും കുറച്ചുകൂടി കൂടുതൽ ആ ഒരു അപ്പർ ഹാൻഡ് ഉള്ളത് ഈ ഒരു പ്രൈവറ്റ് എൻറ്റിറ്റീസിനായിരിക്കും, അല്ലെങ്കിൽ പ്രൈവറ്റ് കമ്പനീസ് അല്ലെങ്കിൽ പ്രൈവറ്റ് ഇൻഡസ്ട്രീസിനായിരിക്കും. സോ അവര് നമ്മളുടെ രാജ്യത്തിന്റെ എക്കണോമി ബൂസ്റ്റ് ചെയ്യണമെങ്കിൽ ഈ ഒരു പ്രൈവറ്റ് പ്ലേയേഴ്സ് ഉണ്ടാവണം എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടന്റ് ആണ്. സോ നമ്മളുടെ ഈ ഒരു മിക്സ്ഡ് എക്കണോമിയിൽ നമ്മൾ പ്രൈവറ്റ് പ്ലേയേഴ്സിനും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട്. അതേപോലെ തന്നെ പബ്ലിക് ഗവൺമെന്റ് ഇൻഡസ്ട്രീസും ഉണ്ട്. രണ്ടും ഒരേപോലെ തന്നെ കോ എക്സിസ്റ്റ് ചെയ്യുന്നു ആ ഒരു സൊസൈറ്റിയിൽ. അങ്ങനെ ഒരു മിക്സ്ഡ് എക്കണോമിയാണ് നമുക്കുള്ളതെങ്കിൽ നമുക്ക് ഡെമോക്രാറ്റിക് സോഷ്യലിസം എന്ന് പറയാം. സോ നമ്മൾ തന്നെ ഇന്ത്യയുടെ കേസ് എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം നമ്മളുടെ കൺട്രിയിൽ രണ്ട് ടൈപ്പ് ഓഫ് പ്ലേയേഴ്സും ഉണ്ട്, പ്രൈവറ്റ് ആസ് വെൽ ആസ് പബ്ലിക്, രണ്ട് സെക്ടേഴ്സും ഉള്ളതാണ്. സോ നമുക്കൊരു മിക്സ്ഡ് എക്കണോമിയാണ് ഉള്ളതെന്ന് പറയാം. സോ നമുക്ക് എന്ത് ടൈപ്പ് ഓഫ് സോഷ്യലിസം ആണുള്ളത്? ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ് ഉള്ളത്. പിന്നെ നമുക്ക് പറയാനുള്ള ഒരു ആസ്പെക്ട് ഈസ് മാർക്സിസം ആൻഡ് ഗാന്ധിസം. രണ്ട് സോഷ്യലിസം ഉണ്ട്. നമ്മളുടെ ഇന്ത്യൻ സോഷ്യലിസത്തിലും ഈ ഒരു രണ്ട് മാർക്സിസം അതേപോലെ തന്നെ ഗാന്ധിസത്തിന്റെയും ഒരു ബ്ലെൻഡ് ആണുള്ളത്. ബട്ട് സ്റ്റിൽ ഒരു കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക, ഒരു ലീനിങ് ഹെവിലി നമ്മൾ എങ്ങോട്ടായിരിക്കും? ഗാന്ധിസത്തിലോട്ട് ആണ്. സോ ഇതായിരുന്നു സോഷ്യലിസ്റ്റിന്റെ കാര്യം. നമുക്കുള്ളത് ഒരു ബ്ലെൻഡ് ഓഫ് മാർക്സിസം ആൻഡ് ഗാന്ധിസം ആണ് വിത്ത് ഹെവി ലീനിങ് ടുവേർഡ്സ് ഗാന്ധിസം. ഓൾസോ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു മിക്സ്ഡ് എക്കണോമിയാണ്. സോ നമുക്ക് പറയാം നമ്മളുടെ സോഷ്യലിസം, നമ്മളുടെ കൺട്രിയിലുള്ളത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ്. കമ്മ്യൂണിസ്റ്റിക് സോഷ്യലിസം ആണെങ്കിൽ അവിടെ പ്രൈവറ്റ് പ്ലേയേഴ്സ് അല്ലെങ്കിൽ പ്രൈവറ്റ് സെക്ടേഴ്സിന് ഒരു റോളും ഉണ്ടാവില്ല. പക്ഷെ നമ്മൾ രണ്ടുപേർക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നതുകൊണ്ട് കൂടിയും നമ്മളത് കോ എക്സിസ്റ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നതുകൊണ്ട് കൂടിയും നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ കൺട്രിയിലുള്ളത് ഒരു ഡെമോക്രാറ്റിക് സോഷ്യലിസം ആണ് എന്ന്. ആൻഡ് ഈ സോഷ്യലിസ്റ്റ് എന്ന ആ ഒരു ടേം നമ്മൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ആഡ് ചെയ്തത്. കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് 1950 ഈ ഒരു സോഷ്യലിസ്റ്റ് എന്ന വാക്ക് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇല്ലായിരുന്നു. നമ്മൾ 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ഈ ടേം ആഡ് ചെയ്യുന്നത്. അതും നോട്ട് ചെയ്യുക. ഇനി നമുക്ക് നോക്കാനുള്ള നെക്സ്റ്റ് ടേം എന്ന് പറയുന്നത് സെക്യുലർ ആണ്. സോ ഒരു കൺട്രി സെക്യുലർ ആണ് എന്ന് പറയണമെങ്കിൽ എന്തൊക്കെ ആയിരിക്കണം ഉണ്ടാവണം? സോ സെക്യുലർ ആണ് എന്ന് പറയണമെങ്കിൽ ഒരു കൺട്രി രണ്ട് ആസ്പെക്റ്റുകൾ ഫുൾഫിൽ ചെയ്യണം. സോ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മളുടെ കൺട്രി ഇന്ത്യ ആസ് എ കൺട്രി വളരെയധികം ഡൈവേഴ്സ് ആയിട്ടുള്ള ഒരു കൺട്രിയാണ്, വളരെയധികം റിലീജിയൻസ് ഉള്ളൊരു കൺട്രിയാണ്. സോ എല്ലാ റിലീജിയൻസിനും നമ്മളുടെ കൺട്രിയിൽ ഈക്വൽ പ്രയോറിറ്റി ആണ് കൊടുക്കുന്നത്. ഒരു റിലീജിയന് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കുകയോ അല്ലെങ്കിൽ വേറെ റിലീജിയനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്ത് കാണുകയോ ആസ് എ കൺട്രി നമ്മൾ ചെയ്യുന്നില്ല.
അതുകൊണ്ട് ഈ നമ്പർ ഓഫ് റിലീജിയൻ ഉള്ളതിന് എല്ലാവർക്കും ഈക്വൽ സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഫസ്റ്റ് ആസ്പെക്ട് ഓഫ് സോഷ്യലിസം എന്ത് ചെയ്തിട്ടുണ്ട്, ഫുൾഫിൽ ചെയ്യുന്നുണ്ട്. ഇനി സെക്കൻഡ് ആസ്പെക്ട് വരുന്നത് റിലീജിയസ് ഫ്രീഡം ആണ്. ഇത് വരുന്നത് ഇൻഡിവിജ്വൽ ആയിട്ടാണ്. ഫസ്റ്റ് നമ്മൾ എത്ര റിലീജിയൻ ഉണ്ടോ ആ റിലീജിയന്റെ ആസ്പെക്ട് പറയുമ്പോൾ നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒരു ഇൻഡിവിജ്വൽ ആസ്പെക്ട് ആണ്. ആസ് എൻ ഇൻഡിവിജ്വൽ നമുക്ക് റിലീജിയസ് ഫ്രീഡം ഉണ്ട് എന്ന് പറയണമെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള റിലീജിയൻ നമ്മളുടെ കൺട്രിയിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റണം വിത്തൗട്ട് എനി റെസ്ട്രിക്ഷൻ. സോ ഇപ്പം ഹിന്ദു ആയിട്ട് ജനിച്ച എനിക്ക് ഒരു 2-3 വർഷം കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ്, ബൈബിളൊക്കെ വായിച്ചു കഴിഞ്ഞ് തോന്നുകയാണ് എനിക്ക് ഇനി മുതൽ ക്രിസ്ത്യാനിസം ഫോളോ ചെയ്യണം, എനിക്ക് ഇനി ഒരു ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറണം, കൺവേർട്ട് ചെയ്യണം എന്നൊക്കെ തോന്നുകയാണെങ്കിൽ എനിക്കത് ചെയ്യാനുള്ള അധികാരമുണ്ട്. ആരും എന്നെ ഫോഴ്സ് ചെയ്യാവില്ല. എനിക്ക് തന്നെ തോന്നുകയാണ് എനിക്ക് ഓക്കെ ഇനി മുതൽ ക്രിസ്ത്യാനിറ്റി ഫോളോ ചെയ്താൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ എനിക്കത് ഫോളോ ചെയ്യാനുള്ള അധികാരമുണ്ട് ത്രൂ റിലീജിയസ് ഫ്രീഡം. ഇതിന്റെ തന്നെ വേറൊരു ആസ്പെക്ട് പറയുകയാണെങ്കിൽ ഈ ക്രിസ്ത്യാനിറ്റിയിലേക്ക് മാറിക്കഴിഞ്ഞിട്ട് എനിക്ക് തോന്നുകയാണ്, കുറച്ച് കഴിഞ്ഞ് തോന്നുക എനിക്ക് ക്രിസ്ത്യാനിറ്റിയും പറ്റുന്നില്ല, എനിക്ക് ഒരു റിലീജിയനും പറ്റുന്നില്ല, എനിക്കൊന്നും ഫോളോ ചെയ്യണ്ട, എനിക്കൊരു ഏത്തിസ്റ്റ് ആയിട്ട് മാറിയാൽ മതി എന്ന് തോന്നുകയാണെങ്കിൽ അത് ചെയ്യാനുള്ള അധികാരം എനിക്കുണ്ട്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ എനിക്ക് ഇഷ്ടമുള്ള റിലീജിയൻ ഫോളോ ചെയ്യാനുള്ള അധികാരവും ഉണ്ട്, അതേപോലെ തന്നെ എനിക്ക് ഒരു റിലീജിയനും ഫോളോ ചെയ്യാതിരിക്കാനുള്ള അധികാരവും എനിക്ക് ഈ ഒരു റിലീജിയസ് ഫ്രീഡം ത്രൂ കൊടുക്കുന്നുണ്ട്. വേറൊരു ആസ്പെക്ട് ഓഫ് റിലീജിയസ് ഫ്രീഡം മീൻസ് എനിക്ക് ഇഷ്ടമുള്ള റിലീജിയൻ എനിക്ക് വേണമെങ്കിൽ തുടങ്ങാം. നാളെ ഞാൻ പറയാണ്, നാളെ സ്വന്തമായിട്ട് റിലീജിയൻ തുടങ്ങിയിട്ട് എനിക്ക് കുറച്ച് ആൾക്കാരെ ഞാൻ എന്റെ കൂട്ടത്തിൽ കൂട്ടിയാൽ എനിക്ക് ഇഷ്ടമുള്ള റിലീജിയൻ പ്രാക്ടീസ് ചെയ്യാനുള്ള ആ ഒരു ഇതുണ്ട്. സോ സ്വന്തമായിട്ട് എനിക്ക് റിലീജിയൻ തുടങ്ങാൻ പറ്റും, എനിക്ക് ഒരു റിലീജിയനും ഫോളോ ചെയ്യാതിരിക്കാനുള്ള അധികാരമുണ്ട്, അതേപോലെ തന്നെ എനിക്ക് ഇഷ്ടം ഉള്ള റിലീജിയനിലേക്ക് കൺവേർട്ട് ചെയ്യാനും എനിക്ക് എന്തുണ്ട്, അധികാരമുണ്ട്. സോ ആസ് എ കൺട്രി ഇൻഡിവിജ്വൽസിന് റിലീജിയസ് ഫ്രീഡം നമ്മളുടെ രാജ്യം കൊടുക്കുന്നുണ്ട്. സോ ഫസ്റ്റ് ആസ്പെക്ട്, അതായത് എല്ലാ റിലീജിയനെയും ഒരുപോലെ കാണുക എന്നുള്ളൊരു ആസ്പെക്ടും, അതേപോലെ തന്നെ സെക്കൻഡ് ആസ്പെക്ട് എല്ലാ ഇൻഡിവിജ്വൽസിനും റിലീജിയസ് ഫ്രീഡം കൊടുക്കുക എന്നുള്ള ആസ്പെക്ട് ഫുൾഫിൽ ചെയ്യുന്നുണ്ട് നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ നേഷൻ ഒരു സെക്യുലർ നേഷൻ ആണെന്ന്. സോ നേരത്തെ സോഷ്യലിസ്റ്റ് പറഞ്ഞ പോലെ തന്നെ 1950 കോൺസ്റ്റിറ്റ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത സമയത്ത് നമുക്ക് സെക്യുലർ എന്ന വാക്ക് ഇല്ലായിരുന്നു. നമ്മൾ 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് വഴിയാണ് ഈ ഒരു സെക്യുലറിസം അല്ലെങ്കിൽ സെക്യുലർ എന്ന ടേം ആഡ് ചെയ്യുന്നത്. സോ ഈ ഒരു ആസ്പെക്ട് നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനിൽ എവിടെയാണ് എന്ന് കാണണമെങ്കിൽ നമുക്ക് ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അണ്ടറിൽ ആർട്ടിക്കിൾ 25 തൊട്ട് 28 വരെ നോക്കാം. അതിൽ ത്രൂ നമുക്ക് എന്തുണ്ട്, ഫ്രീഡം ഓഫ് റിലീജിയൻ ഉറപ്പുവരുത്തുന്നുണ്ട്. സോ നമുക്കുള്ളത് ഒരു പോസിറ്റീവ് കോൺസെപ്റ്റ് ഓഫ് സെക്യുലറിസം ആണ്. അതായത് ഇഷ്ടമുള്ള റിലീജിയൻ ഫോളോ ചെയ്യുക, അതേപോലെ തന്നെ എല്ലാ റിലീജിയൻസിനും ഈക്വൽ ആയിട്ടുള്ള ഒരു സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റി, എല്ലാവർക്കും സെയിം കൈൻഡ് ഓഫ് പ്രിവിലേജസ് കൊടുക്കുക, ഒരാൾക്ക് എക്സ്ട്രാ സ്പെഷ്യൽ കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു റിലീജിയനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. സോ ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ള പോയിന്റ് ഈസ് ഡെമോക്രാറ്റിക്. നമുക്കിനി നോക്കാനുള്ളത് ഈസ് ഡെമോക്രാറ്റിക് പൊളിറ്റി. നമ്മളുടെ കൺട്രിയിൽ നമുക്കറിയാം സുപ്രീം പവർ ആരുടെ കയ്യിലാണ് എന്നുള്ളത്. സോ നമുക്കറിയാം നമ്മളുടെ ലീഡേഴ്സ് ഉണ്ടാവും, നമ്മളെ ഭരിക്കാൻ നമുക്ക് മിനിസ്റ്റേഴ്സ് ഉണ്ട്, ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ട്, സ്റ്റേറ്റിൽ വരുമ്പം ചീഫ് മിനിസ്റ്റേഴ്സ് ഉണ്ട്. പക്ഷെ ഇവരെയൊക്കെ സെലക്ട് ചെയ്യാനുള്ള പവർ ആരുടെ കയ്യിലാണ്? പീപ്പിൾ ഓഫ് ഇന്ത്യയുടെ കയ്യിലാണ്. സോ നമ്മളാണ് ആക്ച്വലി ഈ ഒരു ഡെമോക്രസി എന്ന് പറയുമ്പോൾ ആ ഒരു കൺട്രിയുടെ പീപ്പിളിന്റെ കയ്യിലാണ് അൾട്ടിമേറ്റ് പവർ ഉള്ളത്. സോ അങ്ങനെയുള്ള ഒരു കൺട്രിയെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഡെമോക്രാറ്റിക് കൺട്രി എന്ന് വിളിക്കാൻ പറ്റും ഇഫ് ദ അൾട്ടിമേറ്റ് പവർ ഈസ് ഓർ ദ സുപ്രീം പവർ ഈസ് വിത്ത് ദ പീപ്പിൾ ഓഫ് ദാറ്റ് കൺട്രി. സോ ഡെമോക്രസി തന്നെ 2 ടൈപ്പ് ഉണ്ട്, ഡയറക്റ്റ് ഡെമോക്രസിയും ഇൻഡയറക്റ്റ് ഡെമോക്രസിയും. സോ നമുക്ക് ഇൻഡയറക്റ്റ് പറയുന്നതിന് മുമ്പ് ഡയറക്റ്റ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു. ഈ ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയുമ്പോൾ പീപ്പിൾ ഡയറക്റ്റ് ആയിരിക്കും അവരുടെ കയ്യിലുള്ള ഈ ഒരു പവർ യൂസ് ചെയ്യുക. ഇനി ഇൻഡയറക്റ്റ് ഡെമോക്രസി വരുമ്പോൾ നമ്മുടെ കയ്യിൽ തന്നെയാണ് പവർ എങ്കിലും നമ്മൾ ഈ ഒരു ഗവൺമെന്റിന്റെ പോളിസീസ് ഒക്കെ ഹാൻഡിൽ ചെയ്യുന്നത് ലീഡേഴ്സ് ആണ്. അവരെ വോട്ട് ചെയ്യുക എന്നുള്ളൊരു പവർ ആണ് നമ്മളുടെ കയ്യിലുള്ളത്. സോ നമുക്കുള്ളത് നമ്മളുടെ കൺട്രിയിൽ ഇപ്പോൾ ഉള്ളത് ഈസ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. ഡയറക്റ്റ് ഡെമോക്രസി വരുന്ന ഒരു കൺട്രിയുടെ എക്സാമ്പിൾ ഈസ് സ്വിറ്റ്സർലൻഡ്. സോ ഈ ഡയറക്റ്റ് ഡെമോക്രസിക്ക് പല തരത്തിലുള്ള ഇൻസ്ട്രുമെന്റ്സ് ഉണ്ടാവും, ലൈക്ക് റീകോൾ, ഇനിഷ്യേറ്റ്, അങ്ങനെയുള്ളതൊക്കെ. സോ അതിന്റെയൊക്കെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പം റീകോൾ എന്നൊക്കെ പറയുകയാണെങ്കിൽ ഇപ്പം നമ്മള് ഒരു ലീഡറിനെ സെലക്ട് ചെയ്ത് നമ്മളിപ്പോ നമ്മളുടെ ഒരു മിനിസ്റ്റർ ആക്കിന്ന് വെച്ചു, അദ്ദേഹത്തിന്റെ ഭരണം ആ രാജ്യത്തെ ആൾക്കാർക്ക് സാറ്റിസ്ഫാക്ടറി അല്ല എന്ന് തോന്നുകയാണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേറൊരു ഒരു പബ്ലിക് മീറ്റിംഗ് വല്ലതും കൂടിയിട്ട് ഒരു വോട്ടിംഗ് നടത്തിയിട്ട് അദ്ദേഹത്തിന് എന്ത് ചെയ്യാൻ പറ്റും? അദ്ദേഹത്തിന്റെ സ്ഥാനത്തിൽ നിന്നും തിരിച്ചിറക്കാൻ പറ്റും. അതാണ് റീകോൾ എന്ന് പറയുക. അതേപോലെ തന്നെ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് പോളിസി ആ നാട്ടിലുള്ളവർക്ക് വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കാനായിട്ട് ഒരു പബ്ലിക് വോട്ടിംഗ് നടത്തുക, യെസ് ഓർ നോ പറയുന്ന ഒരു ബാലറ്റ് ഇടുക. സോ അങ്ങനെ പീപ്പിൾ തന്നെ അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഡയറക്റ്റ് ആയിട്ട് ചെയ്യുന്നു. ആ ഒരു സുപ്രീം പവർ അവർ ഡയറക്റ്റ്ലി യൂസ് ചെയ്യുന്നു.
അതിനെയാണ് നമുക്ക് ഡയറക്റ്റ് ഡെമോക്രസി എന്ന് പറയാം. അതിന്റെ എക്സാമ്പിൾ വരുന്നത് സ്വിറ്റ്സർലാൻഡ്. ഇനി നമ്മുടെ കൺട്രിയിലോട്ട് നമ്മൾ വരുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈസ് ഇൻഡയറക്റ്റ് ഡെമോക്രസി. നമ്മൾ പറഞ്ഞു ഇൻഡയറക്റ്റ് ഡെമോക്രസിയിൽ ഈ ഒരു പോളിസീസും കാര്യങ്ങളും ഒക്കെ ചെയ്യുന്നത് ലീഡേഴ്സ് ആയിരിക്കും. ഈ ലീഡേഴ്സിനെ സെലക്ട് ചെയ്യുക എന്ന പവറാണ് പീപ്പിൾ ഓഫ് ഇന്ത്യയുടെ കയ്യിൽ ഉണ്ടാവുക. സോ അൾട്ടിമേറ്റ് പവർ നമ്മളുടെ കയ്യിലാണ്, ദാറ്റ് ഈസ് വോട്ടിംഗ് പവർ. സോ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ കൺട്രി ഒരു ഇൻഡയറക്റ്റ് ഡെമോക്രസി ഫോളോ ചെയ്യുന്ന ഒരു കൺട്രിയാണ് എന്നുള്ളത്. ആൻഡ് നമ്മളുടെ കൺട്രിയിൽ നമുക്കുള്ളത് ഒരു പാർലമെന്ററി ഫോം ആണ്. രണ്ട് ടൈപ്പ് ഓഫ് ഡെമോക്രസി ഉണ്ട് റെപ്രസെന്റേറ്റീവ് ഡെമോക്രസിയിൽ വരുമ്പോൾ, ദാറ്റ് ഈസ് പാർലമെന്ററി ആൻഡ് പ്രസിഡൻഷ്യൽ. ഈ ഒരു പ്രസിഡൻഷ്യലിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ യു എസ് എയിൽ അവിടുത്തെ പ്രസിഡന്റിനെ അവിടുത്തെ ആൾക്കാരെ എലക്ട് ചെയ്ത് ആ ഒരു പൊസിഷനിലേക്ക് ഇരുത്താണ്. പക്ഷെ നമ്മളുടെ നാട്ടിൽ വരുമ്പോൾ പ്രസിഡന്റിനെ നമ്മളെ എലക്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സ് വഴി ഒരു ഇൻഡയറക്റ്റ് ഇലക്ഷൻ ത്രൂ ആണ് പോകുന്നത്. നമ്മുടെ നാട്ടിൽ നമ്മൾ പ്രോപ്പറായിട്ട് എലക്ട് ചെയ്യുന്നത് ആരെയാണ്? നമ്മുടെ മെമ്പേഴ്സ് ഓഫ് ദി പാർലമെന്റ്. അപ്പോൾ നമ്മുടെ ഒരു കൺട്രിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് ഈസ് പാർലമെന്ററി ഡെമോക്രസി. പാർലമെന്ററി ഡെമോക്രസിയാണ് നമ്മളുടെ കൺട്രിയിലുള്ളത്. പ്രസിഡൻഷ്യൽ ഡെമോക്രസി ഫോളോ ചെയ്യുന്ന ഒരു കൺട്രി ഈസ് USA, ബിക്കോസ് അവരുടെ കൺട്രിയിലെ പ്രസിഡന്റ് ഇപ്പം റീസെന്റ് ആയിട്ടാണ് ട്രംപിന്റെ ഇലക്ഷൻ ഒക്കെ നടന്നത്. സോ അതൊക്കെ ആ ഒരു എക്സാമ്പിൾ ഒക്കെ ഓർത്ത് വെച്ചാൽ മതി. നമ്മളുടെ കൺട്രിയിൽ നമുക്കുള്ളത് ഒരു റെപ്രസെന്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസിയാണ്. സോ ഈ ഒരു റെപ്രസെന്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസിയുടെ കുറച്ച് പോയിന്റ്സ് ഈസ് യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്. 18 വയസ്സിന് മേളിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതേപോലെ തന്നെ എലക്ഷൻസ് 5 വർഷം കൂടുമ്പോൾ നമുക്ക് എന്തുണ്ട്? പ്രോപ്പർ എലക്ഷൻസ് ഉണ്ട്. റൂൾ ഓഫ് ലോ ആണ്, അതായത് ലോയുടെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ്. പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, സാധാരണ ജനങ്ങളായിക്കോട്ടെ, എല്ലാവരും ലോയുടെ മുമ്പിൽ ഈക്വൽ ആണ്. അതേപോലെ തന്നെ ജുഡീഷ്യറിയുടെ ഇൻഡിപെൻഡൻസ്, ഇതൊക്കെ നമുക്ക് ഈ ഒരു റെപ്രസെന്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസിയുടെ ഫീച്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇതിന്റെ തന്നെ വേറൊരു ഇമ്പോർട്ടന്റ് ഫീച്ചർ ഈസ് ദ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഈസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ദി ലോക്സഭ. സോ എന്തുകൊണ്ടാണ് ലോക്സഭ വരുന്നത്? നമുക്കറിയാം കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ എലക്ട് ചെയ്ത് പോകുന്നു, മെജോറിറ്റി പാർട്ടി വരുന്നു, മെജോറിറ്റി പാർട്ടിയിൽ നിന്ന് കുറച്ച് ആൾക്കാർക്ക് എന്ത് ചെയ്യുന്നു, പല പോർട്ട്ഫോളിയോസ് കൊടുക്കുന്നു, ആൻഡ് ഓൾസോ ഒരു പ്രൈം മിനിസ്റ്റർ ഹെഡ് ആയിട്ടുണ്ടാവും. ഒരു 15% ആൾക്കാരായിരിക്കും ഇതിൽ വരിക. സോ ഈ ഒരു കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് എന്ന് പറയുന്നത് ലോക്സഭയ്ക്ക് ഡയറക്ട്ലി എന്താണ് റെസ്പോൺസിബിൾ ആണ് അവരുടെ ആക്ഷൻസ്. വൈ ലോക്സഭ? എന്തുകൊണ്ടാണ് ലോക്സഭ എന്ന് പറയുന്നത്? കാരണം നമ്മൾ ജനങ്ങള് എലക്ട് ചെയ്ത് ആൾക്കാരെ മെമ്പേഴ്സ് ആക്കുന്നത് ഈ ലോക്സഭയുടെയാണ്. ഡയറക്റ്റ് ഇലക്ഷൻ നടക്കുന്നത് ലോക്സഭയിലേക്കാണ്, മെമ്പർ ഓഫ് പാർലമെന്റ് ആക്കാൻ. സോ നമ്മുടെ ജനങ്ങളെ പ്രോപ്പറായിട്ട് റെപ്രസെന്റ് ചെയ്യുന്നത് എന്താണ്? ലോക്സഭ. ഇതിനെ ഹൗസ് ഓഫ് പീപ്പിൾ എന്ന് നമ്മൾ പറയും. സോ അതുകൊണ്ട് കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ഇസ് ഡയറക്ട്ലി റെസ്പോൺസിബിൾ ടു ലോക്സഭ. ദിസ് ഈസ് എ ഫീച്ചർ ഓഫ് റെപ്രസെന്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസി. ഇതിന്റെ തന്നെ കുറച്ച് ഫീച്ചേഴ്സ് വേറെ വരുന്നത് ഈ യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ്, അതായത് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം, പീരിയോഡിക് ഇലക്ഷൻസ്, റൂൾ ഓഫ് ലോ, ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി, എക്സെട്ര. സോ ഇത് ഓൾറെഡി നമ്മളുടെ പ്രിയാമ്പിൾ ക്രിയേറ്റ് ചെയ്ത സമയത്ത് 1915 ഉണ്ടായിരുന്ന പോയിന്റ് ആണ്. ഇത് ഒരു തരത്തിലുള്ള അമെന്റ്മെന്റ് വഴി ആഡ് ചെയ്തതല്ല. സോ ഇത് പിന്നെ പറയുന്നത് ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്, അതുകൊണ്ടാണ് ഞാൻ തിരിച്ചു മറിച്ചൊക്കെ ഇത് പറയുന്നത്. സോ അതൊന്ന് നോട്ട് ചെയ്യാം. ഇനി നമുക്ക് നോക്കാനുള്ള 5ാമത്തെ കീവേഡ് ഈസ് റിപ്പബ്ലിക്. സോ റിപ്പബ്ലിക് പറയുന്നതിന് മുമ്പ് റിപ്പബ്ലിക്കിന്റെ കൗണ്ടർ പാർട്ടായ മൊണാർക്കിയും കൂടെ നമുക്ക് നോക്കാനുണ്ട്. സോ 2 കാറ്റഗറിയിൽ നമുക്ക് ഈ ഡെമോക്രാറ്റിക് പൊളിറ്റിയിൽ വരും, ദാറ്റ് ഇസ് മൊണാർക്കി ആൻഡ് റിപ്പബ്ലിക്. സോ നമുക്ക് ഫസ്റ്റ് മൊണാർക്കി എന്താന്ന് പറയാം. എല്ലാ കൺട്രിക്കും, എല്ലാ രാജ്യത്തിനും ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ഉണ്ടാവും. സോ ഈ ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിന്റെ പൊസിഷൻ അനുസരിച്ചാണ് നമ്മൾ ഒരു കൺട്രി മൊണാർക്കാണോ റിപ്പബ്ലിക് ആണോ എന്ന് പറയുന്നത്. സോ ഈ ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റിന്റെ പൊസിഷൻ ഹെറിഡിറ്ററി ആണ്, അതായത് പാരമ്പര്യമായിട്ട് കിട്ടുന്ന ഒരു പൊസിഷൻ ആണെങ്കിൽ നമുക്ക് അതിനെ മൊണാർക്കി എന്ന് പറയാം. അതായത് ഒരു റോയൽ ഫാമിലിയിൽ ജനിച്ചുകൊണ്ട് മാത്രമായിരിക്കും ഒരു വ്യക്തി കിങ് അല്ലെങ്കിൽ ക്യൂൻ ആവുന്നത്. ആ ഒരു അധികാരമാണ് അവർക്ക് കിട്ടുന്നത്. സോ ആ ഒരു അധികാരത്തിന്റെ പേരിലാണ് അവർ ആ ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആവുന്നത്. ബെസ്റ്റ് എക്സാമ്പിൾ ബ്രിട്ടൻ, ഗ്രേറ്റ് ബ്രിട്ടൻ. അവിടെ കിങ് ആണ് അല്ലെങ്കിൽ ക്യൂൻ ആണ് ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആയിട്ട് ഇരിക്കുന്നത്. സോ ആ ഒരു കൺട്രി ഒരു മൊണാർക്കി ആണ് ഫോളോ ചെയ്യുന്നത് എന്ന് നമുക്ക് പറയാൻ പറ്റും. സോ ഇനി നേരെ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ, ഇന്ത്യയിലേക്ക് വരുമ്പോൾ നമ്മളൊരു റിപ്പബ്ലിക് കൺട്രിയാണ്. നമ്മുടെ പ്രിയാമ്പിളിലെ 5ാമത്തെ കീവേഡ്, നമ്മുടെ നേച്ചർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റിൽ പറയുന്ന 5ാമത്തെ കീവേഡായ റിപ്പബ്ലിക്. അതിൽ നമ്മൾ പറയുന്ന റിപ്പബ്ലിക് എന്തുകൊണ്ടാണ് പറയുന്നത് നമുക്ക് നോക്കാം. നമ്മളുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. പ്രസിഡന്റ് ഓഫ് ഇന്ത്യ ഈസ് ദ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്. സോ ഈ ഒരു പ്രസിഡന്റിനെ നമ്മൾ എലക്ട് ചെയ്ത് ആ ഒരു പൊസിഷൻ കൊടുക്കുന്നതാണ്. സോ ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആണ് ഈ ഒരു ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് എന്ന പൊസിഷൻ ഹോൾഡ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ കൺട്രി ഒരു റിപ്പബ്ലിക് ആണെന്നുള്ളത്. സോ ഈ റിപ്പബ്ലിക്കിന്റെ കണ്ടീഷൻ ഈസ് എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ് ആവുന്നത്. സോ ഈ ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ഡയറക്ട് ഇലക്ഷൻ ത്രൂ ആണോ ഇൻഡയറക്ട് ഇലക്ഷൻ ത്രൂ ആണോ എന്ന് പറഞ്ഞിട്ടില്ല. ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആയിരിക്കണം.
സോ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ കൺട്രിയിൽ ആക്ച്വലി പ്രസിഡൻഷ്യൽ ഇലക്ഷനിൽ നടക്കുന്നത് ഇൻഡയറക്ട് ഇലക്ഷൻ ആണ് വരുന്നത്. നമ്മൾ ജനങ്ങൾ വോട്ട് ചെയ്ത് അല്ല പ്രസിഡന്റിനെ എടുക്കുന്നത്, ജനങ്ങൾ വോട്ട് ചെയ്ത റെപ്രസെന്റേറ്റീവ്സ് ആണ് പ്രസിഡന്റിനെ ചൂസ് ചെയ്യുന്നത്. സോ നമുക്ക് പറയാൻ പറ്റും ഒരു ഇൻഡയറക്ട് ഇലക്ഷൻ ത്രൂ ആണെങ്കിലും നമുക്കുള്ളത് ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആണ്. സോ നമ്മളുടെ സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു റിപ്പബ്ലിക് സ്റ്റേറ്റ് ആണ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അത് റിപ്പബ്ലിക്കിന്റെ ഫസ്റ്റ് ആസ്പെക്ട്. സെക്കൻഡ് ആസ്പെക്ട് ഈസ് ആബ്സെൻസ് ഓഫ് എനി പ്രിവിലേജ്ഡ് ക്ലാസ്. എല്ലാ ക്ലാസ്സിനെയും ഈക്വൽ ആയിട്ട് കാണും, അല്ലെങ്കിൽ എല്ലാ കമ്മ്യൂണിറ്റിനെയും ഈക്വൽ ആയിട്ട് കാണും. ഒരു എക്സ്ട്രാ പ്രിവിലേജ് അല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ആർക്കും കൊടുക്കാതിരിക്കുക ഇൻ ടേംസ് ഓഫ് പബ്ലിക് ഓഫീസ്. സോ ഈ ഒരു പബ്ലിക് ഓഫീസിന്റെ കാര്യത്തിൽ മാത്രം എന്താണ് പറയുന്നത് ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ കൺട്രിയിൽ പബ്ലിക് ഓഫീസിന്റെ ഒക്കെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി എന്ന് പറയുന്നത് പ്രസിഡന്റ് ആണ്. സോ ആ ഒരു കണക്ഷൻ ത്രൂ ആണ് നമുക്ക് ഈ ഒരു സെക്കൻഡ് ആസ്പെക്ട് വരുന്നത്. പബ്ലിക് ഓഫീസിൽ എല്ലാവർക്കും എന്താണ് ഈക്വൽ ആയിട്ടുള്ള ആക്സസ് ഉണ്ട്. ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും, ഇപ്പൊ ഈ ഡിഗ്രി പ്രിലിംസ് എഴുതാനാണെങ്കിൽ തന്നെ നമ്മളിപ്പോ ഈ ഒരു ഡിഗ്രി പാസ്സായ എല്ലാവർക്കും ഈ ഒരു പോസ്റ്റിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം എഴുതാൻ പറ്റും. ആ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാവർക്കും ഈക്വൽ ആയിട്ട് കൊടുക്കുന്നുണ്ട് ടു പബ്ലിക് ഓഫീസസ്. ആൻഡ് ഈ പബ്ലിക് ഓഫീസസ് വരാൻ കാരണം നമ്മളുടെ ഗവൺമെന്റ് ഓഫീസിന്റെ ഒക്കെ ഏറ്റവും ഹയസ്റ്റ് അതോറിറ്റി വരുന്നത് ഈസ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ കൺട്രി ഈസ് എ റിപ്പബ്ലിക് കൺട്രി. സോ നമ്മളിപ്പം നേച്ചർ ഓഫ് ദി ഇന്ത്യൻ സ്റ്റേറ്റിന്റെ 5 കീവേഡ്സ് ഡിസ്കസ് ചെയ്തു. അവർ സോവറിൻ, ബിക്കോസ് നമ്മളുടെ കൺട്രി ഒരു ഇൻഡിപെൻഡന്റ് നേഷൻ ആണ്. പിന്നെ വരുന്നത് സോഷ്യലിസ്റ്റ്, നമുക്കൊരു മിക്സ്ഡ് എക്കണോമി ആണുള്ളത്. പ്രൈവറ്റ് അതേപോലെ തന്നെ പബ്ലിക് സെക്ടേഴ്സിന്റെ ഒരു കോഎക്സിസ്റ്റ്മെന്റ് ആണ് നമുക്കുള്ളത്. പിന്നെ വരുന്നത് ഈ സെക്യുലറിസം, റിലീജിയസ് ഫ്രീഡം എല്ലാ ഇൻഡിവിജ്വൽസിനും ഉണ്ട്. അതേപോലെ തന്നെ റിലീജിയസ് ഫ്രീഡത്തിന്റെ കൂടെ തന്നെ എല്ലാ റിലീജിയനെയും നമ്മൾ എന്താണ് ഈക്വൽ ആയിട്ടാണ് കാണുന്നതെന്നും നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ നമ്മൾ റിപ്പബ്ലിക്കും ഡെമോക്രസിയും പറഞ്ഞു. ഡെമോക്രസിയുടെ കേസിൽ നമുക്ക് ഇൻഡയറക്ട് ഡെമോക്രസി ആണുള്ളത്, നമുക്കൊരു റെപ്രസെന്റേറ്റീവ് പാർലമെന്ററി ഡെമോക്രസി ആണുള്ളത്. ആൻഡ് പീപ്പിളിന്റെ കയ്യിലാണ് അൾട്ടിമേറ്റ് പവർ വരുന്നത്, ബിക്കോസ് നമ്മളാണ് നമ്മളുടെ റെപ്രസെന്റേറ്റീവ്സിനെ വോട്ട് ചെയ്യുന്നത്. പിന്നെ നമ്മൾ പറഞ്ഞത് റിപ്പബ്ലിക് എന്ന് നമ്മൾ വിളിക്കാൻ കാരണം നമ്മളുടെ ഹെഡ് ഓഫ് ദി സ്റ്റേറ്റ്, നമ്മളുടെ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നത് ഒരു എലക്ടഡ് റെപ്രസെന്റേറ്റീവ് ആണ്. സോ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ കൺട്രി ഒരു റിപ്പബ്ലിക് ആണ്. സോ അവർ നേഷനെ നമ്മൾ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഈസ് എസ് എ സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക് ആൻഡ് റിപ്പബ്ലിക് നേഷൻ. സോ ഇനി നമുക്ക് നോക്കാനുള്ള 4 കീവേഡ്സ് എന്ന് പറയുന്നത് നമ്മളുടെ ഒബ്ജക്റ്റീവ്സിനെ ബേസ് ചെയ്തിട്ടുള്ള കീവേഡ്സ് ആണ്. ആൻഡ് ഇതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഈസ് ജസ്റ്റിസ്. ജസ്റ്റിസ് പറഞ്ഞപ്പോൾ ഞാൻ ആ ഒരു പ്രിയാമ്പിൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു നമ്മൾ ജസ്റ്റിസ് എന്ന ഐഡിയോളജി നമ്മൾ റഷ്യൻ റെവല്യൂഷനിൽ നിന്നാണ് എടുത്തത്. ജസ്റ്റിസ് തന്നെ നമുക്ക് 3 എണ്ണം ഉണ്ട്: സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സോ ഇത് നമ്മളുടെ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷനിൽ റിഫ്ലക്ട് ചെയ്യുന്നത് നമ്മുടെ ഫണ്ടമെന്റൽ റൈറ്റ്സിലും DPSP ത്രൂ ആണ്. സോ ഇത് നമ്മൾ ഈ ഒരു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP പഠിക്കുമ്പോൾ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. സോ ഇപ്പൊ ഇത് അറിഞ്ഞിരിക്കുക നമ്മൾ ജസ്റ്റിസ് എന്തിൽ ത്രൂ ആണ് സെക്യൂർ ചെയ്യുന്നത്, ദാറ്റ് ഈസ് ത്രൂ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ്. 3 തരത്തിലുള്ള ജസ്റ്റിസ് ഉണ്ട്: സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ. സോ നമുക്കിനി ആ 3 ടൈപ്പ് ഓഫ് ജസ്റ്റിസ് എങ്ങനെയൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് സോഷ്യൽ ജസ്റ്റിസ്. സോഷ്യൽ ജസ്റ്റിസ് എന്ന് പറയുമ്പോൾ ഒരു സൊസൈറ്റിയിൽ, നമ്മളുടെ ഇന്ത്യൻ സൊസൈറ്റിയിൽ നമ്മൾ ഒരു തരത്തിലുള്ള സോഷ്യൽ ഡിസ്റ്റിങ്ഷനും കാണിക്കാതിരിക്കുക ഓൺ ദ ബേസിസ് ഓഫ് കാസ്റ്റ്, കളർ, റേസ്, റിലീജിയൻ, സെക്സ്. ജാതി, മതം, കളർ, അതുപോലെ തന്നെ റിലീജിയൻ അല്ലെങ്കിൽ സെക്സിന്റെ ബേസിൽ നമ്മൾ എന്ത് ചെയ്യുക, നമ്മളുടെ സൊസൈറ്റിയിൽ ഒരു രീതിയിലുള്ള സോഷ്യൽ ഡിസ്റ്റിങ്ഷനോ സോഷ്യൽ ഡിസ്ക്രിമിനേഷനോ കൊടുക്കാതെ എല്ലാ സിറ്റിസൺസിനെയും നമ്മൾ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും നമ്മളുടെ രാജ്യത്ത് സോഷ്യൽ ജസ്റ്റിസ് അച്ചീവ് ചെയ്തിട്ടുണ്ട് എന്ന്. സോ ഈ ഒരു സോഷ്യൽ ജസ്റ്റിസ് നമുക്ക് ഈ ഒരു നമ്മൾ പറഞ്ഞിരുന്നു ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് DPSP ത്രൂ ആണ് നമ്മളിത് സെക്യൂർ ചെയ്യുന്നത്. സോ ഇതിന്റെ ഒരു ബെസ്റ്റ് എക്സാമ്പിൾ ഈസ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 15 ത്രൂ നമ്മൾ ഈ ഒരു സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നുണ്ട്. ദാറ്റ് ഈസ് നോ ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ കാസ്റ്റ്, കളർ, റേസ്, റിലീജിയൻ ആൻഡ് സെക്സ്. സോ ഇതിന്റെ തന്നെ എക്സെപ്ഷൻ എന്തായാലും വരും. കാരണം നമുക്ക് നമ്മളുടെ ഒരു രാജ്യത്ത് ഇക്വാലിറ്റി ഉറപ്പ് വരുത്തണമെങ്കിൽ നമുക്ക് എല്ലാ കമ്മ്യൂണിറ്റിക്കും ആ ഒരു ഈക്വൽ ഓപ്പർച്യൂണിറ്റി എന്ത് ചെയ്യണം, കൊടുക്കണം. സോ ബാക്ക്വേർഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റീസ് ഉണ്ട്, ലൈക്ക് ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ്, OBC. അതേപോലെ തന്നെ വുമൺ, ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിൽ വുമൺ ബാക്ക്വേർഡ് ആയിരുന്നു നേരത്തെ കാലങ്ങളിലൊക്കെ. സോ ഇവർക്ക് ഒരു ഓപ്പർച്യൂണിറ്റി കൊടുക്കണം, സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്ത് അവരെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് അല്ലെങ്കിൽ ഈ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാൻ നമുക്ക് സാധിക്കും. ഇത് ആർട്ടിക്കിൾ 15 തന്നെ എന്താണ്, ഒരു എക്സെപ്ഷൻ ആണ്. നമ്മളത് ഫണ്ടമെന്റൽ റൈറ്റ്സ് പഠിക്കുമ്പോൾ നമ്മൾ ഒന്നുകൂടെ ഡിസ്കസ് ചെയ്യും. സോ സോഷ്യൽ ജസ്റ്റിസ് ഇൻ ദ സെൻസ് നമ്മളുടെ സൊസൈറ്റിയിലെ സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷൻ പാടെ ഒഴിവാക്കുക. കാസ്റ്റിന്റെ കാര്യത്തിൽ, കളറിന്റെ കാര്യത്തിൽ, റേസ്, റിലീജിയൻ, സെക്സിന്റെ കാര്യത്തിൽ ഒരു സ്പെഷ്യൽ ഗ്രൂപ്പ് ഓഫ് പീപ്പിളിന് പ്രത്യേകതരം പ്രിവിലേജ് കൊടുക്കാതിരിക്കുക, അല്ലെങ്കിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാരെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുക. എല്ലാവർക്കും
ഒരു ഈക്വൽ ട്രീറ്റ്മെന്റ് കൊടുക്കുക. സോ അതിൽ ത്രൂ നമുക്ക് എന്ത് അച്ചീവ് ചെയ്യാൻ പറ്റും? സോഷ്യൽ ജസ്റ്റിസ് അച്ചീവ് ചെയ്യാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് ആസ്പെക്ട് ഈസ് എക്കണോമിക് ജസ്റ്റിസ്. നേരത്തെ പറഞ്ഞ സെയിം പോയിന്റ് ഇൻ ആൻ എക്കണോമിക് ആസ്പെക്ട് അല്ലെങ്കിൽ ഒരു ഫൈനാൻഷ്യൽ ആസ്പെക്റ്റിൽ, അതായത് എല്ലാ സിറ്റിസൺസിനും നമ്മൾ ഈക്വൽ ആയിട്ട് ട്രീറ്റ് ചെയ്യുക ബേസ്ഡ് ഓൺ ദെയർ വെൽത്ത്, ഇൻകം ആൻഡ് പ്രോപ്പർട്ടി. വെൽത്തിന്റെ കാര്യത്തിലും ഇൻകത്തിന്റെ കാര്യത്തിലും പ്രോപ്പർട്ടിയുടെ കാര്യത്തിലും എന്താ ഒരു ഡിസ്റ്റിങ്ഷൻ കൊണ്ടുവരാതിരിക്കുക, ഒരു നോൺ ഡിസ്ക്രിമിനേഷൻ ഫൈനാൻഷ്യൽ ബേസിസിൽ ഉറപ്പുവരുത്തുക. അത് ഉറപ്പുവരുത്തുവാണെങ്കിൽ, ഫൈനാൻഷ്യൽ ബേസിസിൽ നമ്മൾ ആരെയും ഡിസ്ക്രിമിനേറ്റ് ചെയ്യാതിരിക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറയാൻ പറ്റും? നമ്മുടെ സൊസൈറ്റിയിൽ എക്കണോമിക് ജസ്റ്റിസ് ഉണ്ട് എന്നുള്ളത് പറയാൻ പറ്റും. ആൻഡ് ഈ ഒരു എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു വെൽത്തിന്റെ കാര്യത്തിൽ, ഇൻകത്തിന്റെ കാര്യത്തിൽ, പ്രോപ്പർട്ടിയുടെ കാര്യത്തിലുള്ള ഇൻഇക്വാളിറ്റീസ് എലിമിനേറ്റ് ചെയ്യണം. ഇത് എലിമിനേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എക്കണോമിക് ജസ്റ്റിസ് അച്ചീവ് ചെയ്യാൻ പറ്റും. ഡിസ്ക്രിമിനേഷൻ ഒന്നും ചെയ്യാതിരിക്കുക, അതേപോലെ തന്നെ ഈ ഒരു വെൽത്ത്, ഇൻകം ആൻഡ് പ്രോപ്പർട്ടിയുടെ കാര്യങ്ങളിൽ നമ്മൾ ഇൻഇക്വാലിറ്റീസ് ഒന്നും വരുത്താതിരിക്കുക. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് എന്ത് ഉറപ്പുവരുത്താം? എക്കണോമിക് ജസ്റ്റിസ്, ഫൈനാൻഷ്യൽ ബേസിൽ എക്കണോമിക് ജസ്റ്റിസ് ഉറപ്പുവരുത്താൻ സാധിക്കും. സോ നമ്മളുടെ കൺട്രിയിൽ നമ്മൾ ഫോളോ ചെയ്യുന്നത് എ കോമ്പിനേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ആണ്. ആൻഡ് ഈ ഒരു കോമ്പിനേഷനെ നമ്മൾ കളക്റ്റീവ്ലി വിളിക്കുന്ന പേര് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്നാണ്. സോ എന്താണ് ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിനെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇതിന്റെ ബെസ്റ്റ് ഒരു എക്സാമ്പിൾ ത്രൂ പറയുകയാണെങ്കിൽ, നമുക്ക് നമ്മുടെ നാട്ടില് പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം, PDS സിസ്റ്റം ഉണ്ട്, നമ്മളുടെ റേഷൻ കടകളുണ്ട്. സോ ഈ ഒരു റേഷൻ കടയിൽ നമുക്കറിയാം നമ്മൾ പോവർട്ടി ലൈൻ ബേസ് ചെയ്തിട്ട് എബവ് പോവർട്ടി ലൈൻ, BPL കാർഡ്, അങ്ങനെ ഈ നീല, പിങ്ക്, അങ്ങനെ പലതരത്തിലുള്ള കാർഡുകളുണ്ട്. അതിൽ ത്രൂ നമ്മൾ ആൾക്കാർക്ക് ഈ ഒരു ഫുഡ് കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യുന്നു. സോ ഇതില് ഈ ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് അരിയും സാധനങ്ങൾ, ഗോതമ്പൊക്കെ കൊടുക്കുന്നു. സോ ഫ്രീ ആയിട്ട് നമ്മൾ എന്താണ് അവർക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് പ്രൊവൈഡ് ചെയ്യുകയാണ്. സോ അതിൽ ത്രൂ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? സോഷ്യൽ ജസ്റ്റിസ് ഉറപ്പുവരുത്തുന്നുണ്ട്. സോ ഇപ്പൊ ഞാൻ പറഞ്ഞ ലൈനിൽ തന്നെ ഞാൻ പറഞ്ഞു, ഈ ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് ന്യൂട്രീഷ്യസ് ഫുഡ് ബാക്കി എല്ലാവരും പോലെ ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കുന്നുണ്ട്. അത് സോഷ്യൽ ജസ്റ്റിസിന്റെ ഭാഗം. ആൻഡ് ഈ ഒരു ന്യൂട്രീഷ്യസ് ഫുഡ് അവർക്ക് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. സോ അതിൽ ത്രൂ എന്ത് ആണ് നമ്മൾ അച്ചീവ് ചെയ്യുന്നത്? എക്കണോമിക് ജസ്റ്റിസ് ആണ് അച്ചീവ് ചെയ്യുന്നത്. സോ ഈ ഒരു ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് നമുക്ക് പറയാൻ പറ്റുന്നത് നമ്മുടെ PDS സിസ്റ്റം അല്ലെങ്കിൽ ഈ റേഷൻ കടകളാണ്. നമ്മൾ എല്ലാവർക്കും ഒരേ രീതിയിലുള്ള ന്യൂട്രീഷ്യസ് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു PDS സിസ്റ്റം കൊണ്ടുവന്നത്. ആൻഡ് എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക്, ബിലോ പോവർട്ടി ലൈനിലുള്ള ആൾക്കാർക്ക് നമ്മളത് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. ത്രൂ വിച്ച് വി അച്ചീവ് എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് ബോത്ത് സോഷ്യൽ ജസ്റ്റിസ്. ഇത് രണ്ടും നമ്മൾ അച്ചീവ് ചെയ്യുന്നു. സോ നമുക്ക് പറയാം വി ഹാവ് എ ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് സിസ്റ്റം. പിന്നെ മൂന്നാമത്തെ ആസ്പെക്ട് ഈസ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. പൊളിറ്റിക്കൽ ജസ്റ്റിസ് ഇൻ ദ സെൻസ് ഈക്വൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ റൈറ്റ്സ് എല്ലാവർക്കും കൊടുക്കുക. ഇതിന്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ ആയിട്ട് നമുക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരം പറയാം. നമുക്കൊരു യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ആണ്, അതായത് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും എന്തുണ്ട്? വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ 18 വയസ്സിന് ശേഷമുള്ള എല്ലാവർക്കും തന്റെ പേര് ഇലക്ട്രൽ റോൾ, അയാളുടെ ആ മണ്ഡലത്തിൽ അയാൾക്ക് വോട്ട് ചെയ്യേണ്ട അയാളുടെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ അയാളുടെ ഇലക്ട്രൽ റോളിൽ പേരില്ലെങ്കിൽ അയാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പോയി ചോദിക്കാൻ പറ്റും എന്തുകൊണ്ട് എന്റെ പേരില്ല, അല്ലെങ്കിൽ അയാൾക്ക് പേര് ആഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളുണ്ട് 18 വയസ്സിന് മുകളിലാണെങ്കിൽ. കാരണം ത്രൂ പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമ്മളുടെ കൺട്രിയിൽ ഉറപ്പുവരുത്തുന്നതുകൊണ്ട് നമ്മളുടെ കൺട്രിയിൽ 18 വയസ്സിന് മേലെയുള്ള എല്ലാവർക്കും എന്തുണ്ട്? വോട്ട് ചെയ്യാനുള്ള അധികാരം ഉണ്ട്. ആൻഡ് ഓൾസോ ഈക്വൽ ആക്സസ് ടു ഓൾ പൊളിറ്റിക്കൽ ഓഫീസസ് ആൻഡ് ഈക്വൽ വോയിസ് ഇൻ ഗവൺമെന്റ്. പൊളിറ്റിക്കലി എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ലീഗൽ സ്റ്റാറ്റസ് കൊടുക്കുക. ഇതാണ് നമ്മൾ പൊളിറ്റിക്കൽ ജസ്റ്റിസ് ത്രൂ അച്ചീവ് ചെയ്യുന്നത്. സോ ജസ്റ്റിസിന്റെ കാര്യത്തിൽ നമ്മൾ 3 ആസ്പെക്ട് നോക്കി, ദാറ്റ് ഇസ് സോഷ്യൽ ജസ്റ്റിസ്, എക്കണോമിക് ജസ്റ്റിസ് ആൻഡ് പൊളിറ്റിക്കൽ ജസ്റ്റിസ്. സോ നമ്മൾ ഒരു കോമ്പിനേഷൻ ഓഫ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എക്കണോമിക് ജസ്റ്റിസ് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞു. ആൻഡ് ആ ഒരു കോമ്പിനേഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഡിസ്ട്രിബ്യൂട്ടീവ് ജസ്റ്റിസ് എന്നുള്ളത്. ആൻഡ് ഓൾസോ പൊളിറ്റിക്കൽ ജസ്റ്റിസ് നമ്മൾ പറഞ്ഞുപോയി. ഓൾസോ പിന്നെ നോട്ട് ചെയ്യാനുള്ളത്, ഈ ഒരു ജസ്റ്റിസ് എന്നുള്ള ഐഡിയോളജി നമുക്ക് എവിടെ നിന്നാണ് കിട്ടിയെന്നുള്ളത്. റഷ്യൻ റവല്യൂഷനിൽ നിന്നാണ് നമ്മൾ ഈ ഒരു ജസ്റ്റിസ് എന്നുള്ള ഐഡിയോളജി ഫോളോ ചെയ്തത്. ഇനി നമുക്ക് പറയാനുള്ളത് ഈസ് ലിബർട്ടി. ലിബർട്ടി ഇൻ ദ സെൻസ് നമ്മൾ അതിന് ലിബർട്ടിനെ കുറച്ചുകൂടി ഒരു ഓൾട്ടർനേറ്റീവ് വേർഡായിട്ട് റിപ്ലേസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിനെ ഫ്രീഡം എന്ന് പറയാം. അതായത് എനിക്ക് കുറച്ച് അവകാശങ്ങളുണ്ട്. ഈ ഒരു അവകാശങ്ങൾ എനിക്ക് ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ഇല്ലാതെ എൻജോയ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാൻ പറ്റും? എനിക്ക് ആസ് എൻ ഇൻഡിവിജ്വൽ ലിബർട്ടി നമ്മളുടെ കൺട്രി ഉറപ്പുവരുത്തുന്നുണ്ടെന്ന് പറയാം. സോ ദ ടേം ലിബർട്ടി മീൻസ് ആബ്സെൻസ് ഓഫ് റിസ്ട്രെയിൻസ്. ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസും ആസ് ആൻ ഇൻഡിവിജ്വൽ എനിക്ക് എന്റെ ആക്ടിവിറ്റീസ് ചെയ്യാൻ ഉണ്ടാവാതിരിക്കുക. ഒരു തരത്തിലുള്ള റിസ്ട്രെയിൻസ് അല്ലെങ്കിൽ ലിമിറ്റേഷൻസ് ഉണ്ടാവാതിരിക്കുക. സോ ഈ ഒരു കാര്യം പറയുമ്പോൾ നമുക്ക് നോട്ട് ചെയ്യാനുള്ളത്, ഇപ്പൊ ലിബർട്ടിയുടെ കാര്യം നമ്മൾ പറഞ്ഞപ്പോൾ 5 കീവേഡ്സ് പറഞ്ഞു. ദാറ്റ് ഈസ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇതിലെ എക്സ്പ്രഷൻ പറഞ്ഞു. ഇപ്പൊ നമുക്ക് അത് എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ, എനിക്ക് ഇഷ്ടമുള്ള കാര്യം പറയാനുള്ള അധികാരമുണ്ട് എനിക്കുണ്ട്.
സോ ഇതിൽ ലിമിറ്റേഷൻസ് ഇല്ല എന്ന് പറയുമ്പോൾ ഇതിന് വേറെ രീതിയിൽ നമുക്ക് പറയാൻ പറ്റുന്നത് ഒരു തരത്തിലുള്ള ലിമിറ്റേഷനും ഇല്ലാതെ എനിക്ക് തോന്നിയതൊക്കെ എനിക്ക് പറയാൻ പറ്റും. സോ അത് വരുമ്പോൾ ഒരു നെഗറ്റീവ് ടേം ആവും. സോ തിയറട്ടിക്കലി നമ്മൾ ലിബർട്ടിയുടെ കേസിൽ ആബ്സെൻസ് ഓഫ് ലിമിറ്റേഷൻ, അതായത് ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻ കൊടുക്കാൻ പാടില്ല എന്ന് പറയുകയാണെങ്കിൽ പോലും നമ്മൾ കോൺസ്റ്റിറ്റ്യൂഷനിൽ ഇത് സെക്യൂർ ആക്കുമ്പോൾ നമ്മൾ ലിമിറ്റേഷൻസ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. തോട്ടിന്റെ കാര്യത്തിലായിക്കോട്ടെ, എക്സ്പ്രഷന്റെ കാര്യത്തിലായിക്കോട്ടെ, ബിലീഫ്, ഫെയ്ത്ത്, വർഷിപ്പ്. നമുക്ക് വേറൊരാളെ ഹാം ചെയ്യാതെ, വേറൊരു റിലീജിയനെ ഹാം ചെയ്യാതെ, അല്ലെങ്കിൽ വേറൊരു ഇൻഡിവിജ്വലിനെ ഹാം ചെയ്യാതെ നമുക്ക് സ്വന്തമായ രീതിയിൽ നമുക്ക് ഇതൊക്കെ ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ വേറൊരാളെ അഫക്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ യൂണിറ്റിനെ അത് അഫക്ട് ചെയ്യുവാണെങ്കിൽ അതെന്താണ്, ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ആയിട്ട് വരും. സോ നമുക്ക് ഈ ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് ഇല്ല. അതുകൊണ്ട് ഈ ഒരു നെഗറ്റീവ് കോൺസെപ്റ്റ് വരാതിരിക്കാൻ, സോ ഇതൊരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് മാറാതിരിക്കാൻ നമുക്ക് എന്തുണ്ട്, റീസണബിൾ ആയിട്ടുള്ള റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ ലിബർട്ടി ഇൻ ദ സെൻസ് എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഒരു തരത്തിലുള്ള ലിമിറ്റേഷൻസ് ഉണ്ടാവാതിരിക്കുക. പക്ഷെ ഈ ഒരു ഇഷ്ടമുള്ള കാര്യങ്ങൾ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ തന്നെ സെൽഫ് ഡെവലപ്മെന്റ്, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് രീതിയിലായിരിക്കും അത് ഉദ്ദേശിക്കുക. വേറൊരാളെ അല്ലെങ്കിൽ വേറൊരു റിലീജിയനെ അല്ലെങ്കിൽ നമ്മുടെ കൺട്രിയുടെ യൂണിറ്റിയെയോ അല്ലെങ്കിൽ നമ്മുടെ സൊസൈറ്റിയിലെ മോറൽസിനെയോ ബാധിക്കാത്ത രീതിയിലാണ് നമുക്ക് ഈ ഒരു ലിബർട്ടി എൻജോയ് ചെയ്യാൻ പറ്റുന്നത്. ബിക്കോസ് നമുക്ക് എന്തുണ്ട്, റീസണബിൾ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. സോ ഇത് എങ്ങനെയാണ് സെക്യൂർ ആക്കുന്നത് വെച്ചാൽ നമുക്ക് ആർട്ടിക്കിൾ 19 തന്നെ എടുക്കാം. ഞാൻ പറഞ്ഞു ലിബർട്ടിയുടെ വേറൊരു ഓൾട്ടർനേറ്റീവ് വേർഡ് ആയിട്ട് നമുക്ക് ഫ്രീഡം പറയാം. സോ റൈറ്റ് ടു ഫ്രീഡം ആർട്ടിക്കിൾ 19 തന്നെ നമുക്ക് എടുക്കാം. അതിൽ ത്രൂ എനിക്ക് ഇഷ്ടമുള്ള കാര്യം ആണെങ്കിലും പോകും. സോ ഇതൊക്കെ എനിക്ക് ചെയ്യാനുള്ള അധികാരമുണ്ട്. പക്ഷെ വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻ. അതാണ് ഈ ഒരു ലൈന് പറയുന്നത്. ഹൗഎവർ ലിബർട്ടി കോൺസ്റ്റിറ്റ്യൂഷൻ. സോ എന്തൊക്കെയാണ് ലിമിറ്റേഷൻ? ഞാൻ പറഞ്ഞു റീസണബിൾ റെസ്ട്രിക്ഷൻ ഉണ്ടെന്ന് ഞാനിപ്പോ കുറെ തവണ പറഞ്ഞു. സോ ഈ റീസണബിൾ റെസ്ട്രിക്ഷൻസ് എന്ന് പറയുന്നത് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ തന്നെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ ഈ ആർട്ടിക്കിൾ 19 തന്നെ എനിക്ക് ഇങ്ങനെ ആർട്ടിക്കിൾ 19 അണ്ടറിൽ എനിക്ക് ഇന്ന കാര്യങ്ങൾ ചെയ്യാം. പക്ഷെ അതിന്റെ അണ്ടർ സോ അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നമുക്ക് അബ്സല്യൂട്ട് അല്ല, പക്ഷെ ക്വാളിഫൈഡ് ആയിട്ടാണ് ലിബർട്ടി ഉള്ളത്. സോ ഈ ഒരു അബ്സല്യൂട്ട് ക്വാളിഫൈഡ് ഡിഫറൻസ് വരുന്നത് ഈസ് അബ്സല്യൂട്ട് ലിബർട്ടി എന്ന് പറഞ്ഞാൽ ഒരു റെസ്ട്രിക്ഷനും ഇല്ല. പ്രാക്ടിക്കലി ആയിക്കോട്ടെ, പ്രാക്ടിക്കലി ആണെങ്കിലും എനിക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്യാൻ എനിക്ക് ഒരു ലിമിറ്റേഷനും ഇല്ല എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് അബ്സല്യൂട്ട് ആണെന്ന് പറയാം. പക്ഷെ ക്വാളിഫൈഡ് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് എന്റെ ലിബർട്ടി എൻജോയ് ചെയ്യാം, പക്ഷെ വിത്ത് റീസണബിൾ റെസ്ട്രിക്ഷൻ. സോ ഞാൻ പറഞ്ഞു സെക്കൻഡ് ആസ്പെക്ട് ആണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. എനിക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അധികാരമുണ്ട്, വേറൊരാളെ ഹാം ചെയ്യാതെ, അല്ലെങ്കിൽ വേറെ റിലീജിയനെ ഹാം ചെയ്യാതെ, അല്ലെങ്കിൽ നമ്മളുടെ കൺട്രിയുടെ മോറൽസ് അല്ലെങ്കിൽ യൂണിറ്റിനെ ബാധിക്കാതെ. സോ റെസ്ട്രിക്ഷൻസ് ഉള്ളതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും നമുക്കൊരു ക്വാളിഫൈഡ് ആയിട്ടുള്ള ലിബർട്ടിയാണ് നമ്മളുടെ കൺട്രിയിൽ ഉള്ളത്. സോ ദാറ്റ് വാസ് റിഗാർഡിംഗ് ലിബർട്ടി ഓഫ് തോട്ട്, എക്സ്പ്രഷൻ, ബിലീഫ്, ഫെയ്ത്ത് ആൻഡ് വർഷിപ്പ്. ഇനി നമുക്ക് നോക്കാനുള്ളത് അടുത്ത കീവേഡ് ആണ് ഇക്വാളിറ്റി. സോ നമുക്ക് അത് നോക്കിപ്പോ. ആൻഡ് ഓൾസോ ഈ ഒരു പോയിന്റ് ഞാൻ വിട്ടുപോയി. ദാറ്റ് ഈസ് നമ്മളുടെ ലിബർട്ടി എന്നുള്ളത് ഞാൻ ഫസ്റ്റ് പറഞ്ഞിരുന്നു. ലിബർട്ടി എന്നുള്ളത് നമ്മൾ ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്ന് ഫോളോ ചെയ്ത 3 ഐഡിയോളജീസ് ആണ്. അതിൽ തന്നെ ലിബർട്ടി മാത്രമല്ല, ഇക്വാലിറ്റി ആൻഡ് ഫ്രറ്റേണിറ്റി. ഇനിയും പറയാൻ പോകുന്ന 2 കീവേഡ്സ് നമ്മൾ ഈ ഒരു ഫ്രഞ്ച് റെവല്യൂഷനിൽ നിന്ന് എടുത്താണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റൻ ആണ്. സോ അതെന്തായാലും ശ്രദ്ധിക്കണം. സോ നമുക്ക് ഇനിയും ഇക്വാലിറ്റി നോക്കാം. നമ്മള് ഈ ഒരു ഇക്വാലിറ്റിയെ പറ്റി ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ 2 പ്രൊവിഷൻസ് പറഞ്ഞിരുന്നു. സ്റ്റാറ്റസിന്റെ കാര്യത്തിലും ഓപ്പർച്യൂണിറ്റിയുടെ കാര്യത്തിലും ഇക്വാലിറ്റി ഉറപ്പുവരുത്തണം എന്നുള്ളത്. സോ ഈ ഒരു ഇക്വാലിറ്റി ത്രൂ നമ്മൾ മീൻ ചെയ്യുന്നത് നമ്മളുടെ സൊസൈറ്റിയിൽ ഒരു തരത്തിലുള്ള സ്പെഷ്യൽ പ്രിവിലേജും കൊടുക്കാതിരിക്കുക. ഈ ഒരു ആബ്സെൻസ് ഓഫ് പ്രിവിലേജ് ആണുള്ളത്. അതായത് ഒരു പ്രത്യേക കമ്മ്യൂണിറ്റിക്ക് അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗ്രൂപ്പ് ഓഫ് ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുക്കാതിരിക്കുമ്പോൾ നമുക്ക് പറയാം നമ്മൾ അവിടെ ഇക്വാലിറ്റി ആണ് ഉറപ്പുവരുത്തുന്നത്. കാരണം നമ്മൾ എല്ലാ സിറ്റിസൺസിനും എന്താണ്, ഒരുപോലാണ് കാണുന്നത്. എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള സ്റ്റാറ്റസും ഓപ്പർച്യൂണിറ്റിയും കിട്ടാനുള്ള ഒരിത് നമ്മൾ ഇക്വാലിറ്റി ത്രൂ ഉറപ്പുവരുത്തുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ എടുക്കുകയാണെങ്കിൽ ഈ ഒരു ഡിഗ്രി പ്രിലിംസ് എഴുതാനാണെങ്കിൽ എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് കൊടുക്കുന്നത്. ഇപ്പൊ ഡിഗ്രി ക്ലിയർ ചെയ്ത ഒരു ക്വാളിഫിക്കേഷൻ എന്തായാലും പാസ്സാവണം. ഇവർ പറയുന്ന ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാ വ്യക്തികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റിയാണ് ഉള്ളത്. ഇതിലൊരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനോ അല്ലെങ്കിൽ ഡിസ്റ്റിങ്ഷനോ കൊടുക്കുന്നില്ല. സപ്പോസ് ഇപ്പം നമുക്കിപ്പോ ഒരു ഡിസ്ക്രിമിനേഷൻ വന്നു എന്ന് പറയാം, അല്ലെങ്കിൽ ഒരാൾക്ക് സ്പെഷ്യൽ പ്രിവിലേജ് കൊടുത്തു എന്ന് പറയണമെങ്കിൽ, ഇപ്പം സപ്പോസ് ഓൾറെഡി ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മക്കൾക്ക് ഫ്രീ ആയിട്ട് ഈ ഒരു പോസ്റ്റിലേക്ക് വരാം എന്ന് പറയുകയാണെങ്കിൽ നമുക്ക് അവിടെ പറയാൻ പറ്റും അവിടെ എന്തോ ഒരു സ്പെഷ്യൽ പ്രിവിലേജ് ഗവൺമെന്റ് സർവീസിൽ ഇരിക്കുന്ന ആൾക്കാരുടെ മക്കൾക്ക് കൊടുത്തിട്ടുണ്ട്.
ബാക്കിയുള്ളവർ മാത്രം എക്സാം എഴുതിയാൽ മതി, ഇങ്ങനെയുള്ളവർക്ക് നേരിട്ട് വരാം എന്ന് പറയുമ്പോൾ നമ്മൾ അവിടെ എന്താണ് കൊടുക്കുന്നത്? ഗവൺമെന്റ് സർവീസിലുള്ള ആൾക്കാർക്ക് സ്പെഷ്യൽ പ്രിവിലേജ്. സോ നമ്മളുടെ കൺട്രിയിൽ അങ്ങനെ ഒരു ഐഡിയ ഇല്ല. ഗവൺമെന്റ് സർവീസോ ഏറ്റവും ടോപ്പ് പൊസിഷനിൽ ഇരിക്കുന്ന ആളോ അല്ലെങ്കിൽ ജോലി ഇല്ലാത്ത ആളുടെ മക്കളോ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് ഈ ഒരു എക്സാം എഴുതാനുള്ള അവകാശമുണ്ട്. സോ ഇതൊരു എക്സാമ്പിൾ പോലെ പറഞ്ഞതാണ്. So equality means absence of special privilege to any section of the society and provision of adequate opportunities for all individuals without any discrimination. ഒരു തരത്തിലുള്ള ഡിസ്ക്രിമിനേഷനും ഇല്ലാതെ എല്ലാവർക്കും ഈക്വൽ ആയിട്ട് സ്റ്റാറ്റസ് ആൻഡ് ഓപ്പർച്യൂണിറ്റിക്ക് ഉള്ള ഒരു ചാൻസ് കൊടുക്കുക. സോ ഈ ഒരു ഇക്വാലിറ്റിക്ക് തന്നെ നമുക്ക് 3 ഡയമെൻഷൻ ഉണ്ട്: സിവിക്, പൊളിറ്റിക്കൽ ആൻഡ് എക്കണോമിക്. സോ ഈ സിവിക് ഇക്വാലിറ്റിയുടെ പ്രൊവിഷൻസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിഫ്ലക്ട് ചെയ്തിരിക്കുന്ന ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അണ്ടറിലുണ്ട്. അത് 14, 15, 16, 17 ആൻഡ് 18 അണ്ടറിലാണ്. ഇതിൽ നമുക്ക് ഈ ഒരു സിവിക് ഇക്വാലിറ്റി ഉറപ്പുവരുത്തുന്നു പറയാം. സിവിക് ഇക്വാലിറ്റിയുടെ ഏറ്റവും ബെസ്റ്റ് റിഫ്ലക്ഷൻ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14ലാണ്. ദാറ്റ് ഈസ് ഇക്വാലിറ്റി ബിഫോർ ലോ. എല്ലാവരും ഈ ഒരു സിവിക് ഇക്വാലിറ്റിയുടെ മീനിങ് തന്നെയാണ് ആർട്ടിക്കിൾ 14ൽ പറഞ്ഞിട്ടുള്ളത്. അതായത് എല്ലാവരെയും ഈക്വൽ ആയിട്ട് കാണുക. ലോയുടെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആയിരിക്കും, ഈക്വൽ പ്രൊട്ടക്ഷൻ ആയിരിക്കും എല്ലാ സിറ്റിസൺസിനും ഉണ്ടാവുക. അതാണ് ഈ ഒരു സിവിക് ഇക്വാലിറ്റി. എല്ലാവർക്കും ഒരേ ലീഗൽ സ്റ്റാറ്റസ് ആണ് ഉള്ളത്. പൊളിറ്റീഷ്യൻസ് ആയിക്കോട്ടെ, ബാക്കി ഒരു സാധാരണ ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, കോടതിയുടെ മുമ്പിൽ എല്ലാവരും എന്താണ്? ലോയുടെ മുമ്പിൽ എല്ലാവരും ഈക്വൽ ആണ്. ദാറ്റ് ഈസ് ഈക്വൽ പ്രൊട്ടക്ഷൻ ബിഫോർ ലോ അല്ലെങ്കിൽ ഇക്വാലിറ്റി ബിഫോർ ലോ. അതാണ് നമ്മൾ സിവിക് ഇക്വാലിറ്റി ത്രൂ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്ന വേറൊരു ആസ്പെക്ട് ഈസ് ആർട്ടിക്കിൾ 15, ഡിസ്ക്രിമിനേഷൻ ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ്. ഇതൊക്കെ എന്താണ്? പ്രൊഹിബിറ്റഡ് ആണ്. പിന്നെ വരുന്നത് ഈസ് ആർട്ടിക്കിൾ 16. അത് വരുന്നത് പബ്ലിക് എംപ്ലോയ്മെന്റ്, അതായത് പബ്ലിക് ഓഫീസുകൾ ആക്സസ് ചെയ്യാൻ എല്ലാവർക്കും എന്താണ്? ഈക്വൽ ഓപ്പർച്യൂണിറ്റി. ഞാൻ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ തന്നെ PSC ഒരു ഈ ഡിഗ്രി പ്രിലിംസ് എഴുതണമെങ്കിൽ എല്ലാവർക്കും, ക്വാളിഫിക്കേഷൻ ഉള്ള എല്ലാവർക്കും ഈക്വൽ ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഈ ഒരു എക്സാം എഴുതാൻ കൊടുത്തിട്ടുള്ളത്. സോ അത് ആർട്ടിക്കിൾ 16 അണ്ടറിൽ വരും. പിന്നെ വരുന്നത് ആർട്ടിക്കിൾ 17, തൊട്ടുകൂടായ്മ അല്ലെങ്കിൽ അൺടച്ചബിലിറ്റി. ഇതൊക്കെ പണ്ടേ അബോളിഷ് ചെയ്ത കാര്യങ്ങളാണ്. സോ ഇത് അബോളിഷ് ചെയ്യുന്ന ഒരു ആർട്ടിക്കിൾ ആർട്ടിക്കിൾ 17 ആൻഡ് ആർട്ടിക്കിൾ 18, അബോളിഷൻ ഓഫ് ടൈറ്റിൽസ്. അതായത് രാജാവ്, തമ്പുരാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ, അങ്ങനത്തെ ടൈറ്റിൽസ്, അനാവശ്യമായ ടൈറ്റിൽസ് ഒക്കെ എന്താണ്? അബോളിഷ് ചെയ്ത ഒരു ആർട്ടിക്കിളാണ് ആർട്ടിക്കിൾ 18. സോ ഈ ആർട്ടിക്കിൾ 14, 15, 16, 17 ആൻഡ് 18 ത്രൂ എന്താണ് ഉറപ്പ് വരുത്തുന്നത്? സിവിക് ഇക്വാലിറ്റി ആണ് ഉറപ്പ് വരുത്തുന്നത്. സോ ഇതായിരുന്നു ഇക്വാലിറ്റിയുടെ ഫസ്റ്റ് ആസ്പെക്ട്. ഇനി നമുക്ക് നോക്കാനുള്ളത് പൊളിറ്റിക്കൽ ആസ് വെൽ ആസ് എക്കണോമിക് ആസ്പെക്ട് കൂടെ നോക്കണം ഇക്വാലിറ്റിയുടെ. ഓക്കെ, സോ അടുത്തുള്ള 2 പ്രൊവിഷൻ, പൊളിറ്റിക്കൽ ഇക്വാലിറ്റിയുടെ 2 പ്രൊവിഷൻസ് നമുക്ക് നോക്കാം. ഫസ്റ്റ് വൺ ഈസ് നോ പേഴ്സൺ ഈസ് ടു ബി ഡിക്ലെയർഡ് ഇൻഎലിജിബിൾ ഫോർ ഇൻക്ലൂഷൻ ഇൻ ഇലക്ട്രൽ റോൾസ് ഓൺ ദ ഗ്രൗണ്ട്സ് ഓഫ് റിലീജിയൻ, റേസ്, കാസ്റ്റ് ഓർ സെക്സ് അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 325. സോ ഈ ഒരു പോയിന്റ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. ദാറ്റ് ഈസ് നമുക്ക് എന്താണ്? ഇന്ന ഡെമോക്രസി എല്ലാ ആൾക്കാർക്കും യൂണിവേഴ്സൽ അഡൽട്ട് ഫ്രാഞ്ചൈസ് ഫോളോ ചെയ്യുന്നതുകൊണ്ട് 18 വയസ്സിന് മേളിലുള്ള എല്ലാവർക്കും എന്താണ്? വോട്ട് ചെയ്യാനുള്ള അധികാരമുണ്ട്. സോ 18 വയസ്സിന് മേലെ ആയതുകൊണ്ട് എനിക്ക് എന്റെ കോൺസ്റ്റിറ്റ്യുവൻസിയിൽ ഇലക്ട്രൽ റോളിൽ വരാനുള്ള അധികാരമുണ്ട്. ഇലക്ട്രൽ റോളിൽ ഇൻ കേസ് വന്നില്ലെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ വോട്ടർ പട്ടിക അല്ലെങ്കിൽ ആ വോട്ടർ ലിസ്റ്റിൽ വന്നില്ലെങ്കിൽ എനിക്ക് പോയി ചോദിക്കാനും അതേപോലെ തന്നെ ആഡ് ചെയ്യാൻ വേണ്ട പ്രൊസീജിയേഴ്സ് ചെയ്ത് എന്റെ പേര് അതിൽ ആഡ് ചെയ്യാനുള്ള അവസരം തരുന്നുണ്ട്. ഇപ്പൊ നമ്മളുടെ ഇലക്ഷന്റെ ടൈമിലൊക്കെ ആണെങ്കിൽ വോട്ടേഴ്സ് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ പേരുണ്ടോ എന്ന് നമ്മൾ നോക്കും. നമ്മളുടെ പേരില്ലെങ്കിൽ നമ്മൾക്ക് ആ ഒരു പേര് ആഡ് ചെയ്യാനുള്ള ഒരു വിൻഡോയും കൂടെ നമ്മളുടെ ഗവൺമെന്റ് തരുന്നുണ്ട്. സോ ആ ഒരു കാര്യം പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ആണ് അതിൽ ത്രൂ നമ്മൾ ഉറപ്പുവരുത്തുന്നത്. പിന്നെ വരുന്നത് എലക്ഷൻ ടു ദ ലോക്സഭ ആൻഡ് ദ സ്റ്റേറ്റ് അസംബ്ലീസ് ടു ബി ഓൺ ദ ബേസിസ് ഓഫ് അഡൽട്ട് സഫറേജ്. അത് ഞാൻ ഫസ്റ്റ് കാര്യം പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു. ദാറ്റ് ഈസ് 18 വയസ്സിന് മുകളിലുള്ള എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള അധികാരം. ബോത്ത് ലോക്സഭ, മെമ്പർ ഓഫ് പാർലമെന്റിനെ സെലക്ട് ചെയ്യാനും അതേപോലെ തന്നെ മെമ്പർ ഓഫ് ലെജിസ്ലേറ്റീവ് അസംബ്ലിനെ സെലക്ട് ചെയ്യാനും നമ്മൾ ഈ ഒരു അഡൽട്ട് സഫറേജ് 18 വയസ്സിന് മുകളിലുള്ള ആൾക്കാർക്ക് എല്ലാവർക്കും വോട്ട് ചെയ്യാനുള്ള ഒരു ചാൻസ് ആണ് കൊടുക്കുന്നത് ത്രൂ ആർട്ടിക്കിൾ 326. സോ ആർട്ടിക്കിൾ 325ഉം ആർട്ടിക്കിൾ 326 നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ള ഈ 2 ആർട്ടിക്കിളും എന്ത് ഉറപ്പുവരുത്തുന്നു? പൊളിറ്റിക്കൽ ഇക്വാലിറ്റി ഉറപ്പുവരുത്തുന്നു. നെക്സ്റ്റ് ഈസ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയുടെ അണ്ടറിൽ വരുന്ന ആർട്ടിക്കിൾ 399 പ്രകാരം ഉറപ്പുവരുത്തുന്ന ഒരു ഡയമെൻഷനാണ് എക്കണോമിക് ഇക്വാലിറ്റി എന്ന് പറയുന്നത്. എക്കണോമിക്കലി, ഫൈനാൻഷ്യലി ആ ഒരു ഇൻഇക്വാലിറ്റി എല്ലാം എലിമിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു പ്രൊവിഷൻ യൂസ് ചെയ്യുന്നത്. സോ ഈ ആർട്ടിക്കിൾ 39 പ്രകാരം ഇറ്റ് സെക്യൂർസ് ടു മെൻ ആൻഡ് വുമൺ ഈക്വൽ റൈറ്റ് ടു ആൻ അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്. ജീവിക്കാനുള്ള, അതായത്
അവർക്ക് നമുക്കറിയാം ഡെയിലി ഒരാൾക്ക് ജീവിക്കാൻ ഇത്ര പൈസ വേണം, അല്ലെങ്കിൽ മന്ത്ലി ഇത്ര ഒരു ചെലവുണ്ടാവും. സോ ഈ ഒരു ചെലവ് നമുക്ക് എല്ലാ മനുഷ്യർക്കും ആ ഒരു ചെലവ് നേടാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി, ഒരു ജോലി നേടാനുള്ള ഈക്വൽ ഓപ്പർച്യൂണിറ്റി കൊടുക്കുക തന്റെ ക്വാളിഫിക്കേഷൻ അനുസരിച്ച്. സോ അത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് ആണ്. ക്വാളിഫിക്കേഷൻ വേണം. നമുക്ക് എന്താണോ ക്വാളിഫിക്കേഷൻ, ഇപ്പൊ ഒരു എഞ്ചിനീയർക്കാണെങ്കിലും MBBS പഠിച്ച ഒരാൾക്കാണെങ്കിലും അതേപോലെ തന്നെ BCom ഏത് ഡിഗ്രി ആയിക്കോട്ടെ, നമുക്ക് എന്താണ് ഒരു മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് കിട്ടാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി അത് നമ്മൾ ആർട്ടിക്കിൾ 39 ത്രൂ സെക്യൂർ ചെയ്യുന്നുണ്ട്. ഓൾസോ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക്. ഒരു പുരുഷൻ 1 മണിക്കൂർ ചെയ്യുമ്പോൾ 500 രൂപയാണ് കിട്ടുന്നതെങ്കിൽ ഒരു സ്ത്രീ അതേ പണി 1 മണിക്കൂർ ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 500 രൂപ തന്നെ കിട്ടണം. അതാണ് നമ്മൾ ഈ ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ത്രൂ ഉദ്ദേശിക്കുന്നത്. സോ ഈ രണ്ടൊരു കാര്യം, അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡും ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഉറപ്പാക്കുന്നതോടുകൂടി ത്രൂ ആർട്ടിക്കിൾ 39 DPSP നമ്മൾ എന്താണ് ഇതിൽ സെക്യൂർ ആക്കുന്നത്? എക്കണോമിക് ഇക്വാലിറ്റി ആണ് സെക്യൂർ ആക്കുന്നത്. സോ അതായിരുന്നു നമ്മളുടെ 8ാമത്തെ കീവേഡ്. ഇനി നമുക്ക് നോക്കാനുള്ള 9ാമത്തെ കീവേഡ് ഈസ് ഫ്രട്ടേണിറ്റി. സോ നമുക്ക് ഇനിയും ഫ്രട്ടേണിറ്റി നോക്കാം. സോ ഫ്രട്ടേണിറ്റി ത്രൂ നമ്മൾ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്രട്ടേണിറ്റി മീൻസ് ആക്ച്വലി എ സെൻസ് ഓഫ് ബ്രദർഹുഡ്. ഈ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ്, അല്ലെങ്കിൽ നമ്മൾ ഒരു സെയിം സ്ഥലത്താണ് ബിലോങ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഒരു സെയിം സ്ഥലത്തു നിന്നാണ്, ഇപ്പൊ നമ്മൾ ഇന്ത്യൻ സിറ്റിസൺസ് ആണ്, നമ്മളൊക്കെ ഇന്ത്യയിൽ നിന്നാണ് വരുന്നത്. അപ്പൊ ആ ഒരു സെൻസ് ഓഫ് യൂണിറ്റി, അതിനെയാണ് നമ്മൾ ഇതിൽ ഉദ്ദേശിക്കുന്നത് ആസ് ഫ്രട്ടേണിറ്റി, ദാറ്റ് ഈസ് എ സെൻസ് ഓഫ് ബ്രദർഹുഡ്. സോ ഈ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ത്രൂ, അല്ലെങ്കിൽ ഈ ഒരു ഫ്രട്ടേണിറ്റി ത്രൂ ആണ് നമ്മൾ ഒരു വ്യക്തിയുടെ ഒരു വ്യക്തിയുടെ ഡിഗ്നിറ്റി ഉറപ്പുവരുത്തുക. അതിൽ ത്രൂ ഒരു കൺട്രിയുടെ എന്താണ്, നേഷന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഉറപ്പുവരുത്തുന്നത്. സോ ഇതെങ്ങനെയാന്ന് പറയുകയാണെങ്കിൽ, എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോ ഒരു വ്യക്തിനെ അപമാനിക്കുകയെന്ന് വിചാരിച്ചു. എക്സാമ്പിൾ ആണ്, ഞാൻ ഒരു വ്യക്തിനെ അപമാനിക്കുന്നത്, അയാൾക്ക് പേഴ്സണലി ഹേർട്ട് ആവുന്ന വിധത്തിൽ ഞാൻ ആ ഒരു വ്യക്തിനെ അപമാനിക്കുകയാണ്. സോ അപ്പോ അയാൾക്ക് എന്നോട് സെൻസ് ഓഫ് ബ്രദർഹുഡ് അല്ല, ഒരു സെൻസ് ഓഫ് ഹെയ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. സോ ഈ ഒരു സെൻസ് ഓഫ് ഹെയ്റ്റ് ഓൺ ദ ഫസ്റ്റ് പ്ലേസ് വരാൻ കാരണം എന്താണ്? ഞാൻ ആ വ്യക്തിയുടെ ഡിഗ്നിറ്റിനെ അപമാനിച്ചോണ്ട്, അല്ലെങ്കിൽ ആ ഒരു ഡിഗ്നിറ്റിനെ, അയാളുടെ ഡിഗ്നിറ്റിനെ ബാധിക്കുന്ന രീതിയിൽ ഒരു കാര്യം പറഞ്ഞുകൊണ്ടാണ് ആ ഒരു സെൻസ് ഓഫ് ഹെയ്റ്റ് വന്നത്. സോ ഇൻ കേസ് ഞാൻ ഇപ്പൊ അയാളെ റെസ്പെക്ട്ഫുള്ളി ആണ് ട്രീറ്റ് ചെയ്യുന്നത്, അയാളുടെ ഡിഗ്നിറ്റിക്ക് ഒരു പോറൽ പോലും വെക്കാതാണ് ഞാൻ അയാളോട് സംസാരിക്കുന്നത്, അയാളോട് ഇന്ററാക്ഷൻ ഉണ്ടാവുന്നെങ്കിൽ അയാൾക്ക് ആ ഒരു സെൻസ് ഓഫ് ഹെയ്റ്റിൽ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ആണ് വരിക. സോ ഈ ഒരു ഫ്രട്ടേണിറ്റി ത്രൂ നമ്മൾ ഫസ്റ്റ് ആസ്പെക്ട് പറഞ്ഞു, ദാറ്റ് ഈസ് ഡിഗ്നിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ. സോ അത് സിറ്റിസൺസിന്റെ കയ്യിൽ തന്നെ ആണ് ആ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ഉറപ്പുവരുത്താനുള്ളത്. പിന്നെ ഈ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ഉറപ്പ് വരുത്തിയാൽ മാത്രമേ എന്താണ് നമ്മളുടെ കൺട്രിയിൽ ഒരു യൂണിറ്റി ഉണ്ടെന്ന് പറയാൻ പറ്റും. സോ ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ആ വ്യക്തിനെ അപമാനിച്ചു, അയാളുടെ ഡിഗ്നിറ്റിനെ ബാധിച്ചു, ആ ഒരു സെൻസ് ഓഫ് ഹെയ്റ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഇപ്പം ഒരു എക്സാമ്പിൾ മാത്രമല്ല, പലയിടങ്ങളിലും നടക്കുന്നുണ്ടാവും. സോ ആ ഒരു യൂണിറ്റി ഓഫ് ആ ഒരു കൺട്രിയുടെ യൂണിറ്റിനെ ആ ഒരു സെൻസ് ഓഫ് ഹെയ്റ്റ് എന്ന് പറയുന്നത് ബാധിക്കും, വളരെ മോശമായ രീതിയിൽ തന്നെ ബാധിക്കും. ബട്ട് അറ്റ് ദ സെയിം ടൈം ആ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ആണെങ്കിൽ അതെന്താണ്, ആ യൂണിറ്റി, ആ ഒരു ഐക്യത്തെ, ആ ഒരു കൺട്രിയുടെ ഐക്യത്തെ അത് അപ്ഹോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അപ്ഹോൾഡ് ചെയ്യാണ് ചെയ്യുന്നത്. സോ അതാണ് ഫ്രട്ടേണിറ്റിയുടെ മീനിങ്, ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ്. സെൻസ് ഓഫ് ബ്രദർഹുഡ് ത്രൂ നമ്മൾ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വലിന്റെ ഡിഗ്നിറ്റിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു, അതിൽ ത്രൂ ഒരു നേഷന്റെ യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ അഷ്യൂർ ചെയ്യുന്നു. സോ ഇത് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ റിഫ്ലക്ട് ചെയ്യുന്ന ഭാഗം മീൻസ് ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ്, ആർട്ടിക്കിൾ 51A. It shall be the duty of every citizen of India to promote harmony and spirit of common brotherhood. നമ്മളുടെ സിറ്റിസൺസിന്റെ ഡ്യൂട്ടിയാണ് ഈ ഒരു കോമൺ ബ്രദർഹുഡ്, അല്ലെങ്കിൽ ഒരു സെൻസ് ഓഫ് ബ്രദർഹുഡ് ഉറപ്പുവരുത്തുക എന്നുള്ളത്. ദാറ്റ് മീൻസ് നമ്മൾ ആക്ച്വലി ഇവൻച്വലി എന്താണ് ഉറപ്പുവരുത്തുന്നത്? ഫ്രട്ടേണിറ്റി ഓഫ് ദ നേഷൻ വിച്ച് ഇൻഡീഡ് അഷ്യൂർസ് ദ ഡിഗ്നിറ്റി ഓഫ് ആൻ ഇൻഡിവിജ്വൽ ആൻഡ് യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷൻ. സോ നമ്മൾ ഫസ്റ്റ് അമെന്റ്മെന്റ്സിന്റെ കാര്യം പറഞ്ഞപ്പോൾ, 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിന്റെ കാര്യം പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു 3 കീവേഡ്സ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, സോഷ്യലിസ്റ്റ്, സെക്യുലർ ആൻഡ് ഇന്റഗ്രിറ്റി. സോ ഈ ഇന്റഗ്രിറ്റി എന്ന പോയിന്റ് വരുന്നത് ഫ്രട്ടേണിറ്റിയുടെ അണ്ടറിലാണ്. സോ ഇത് നമുക്ക് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടിൽ പഠിക്കണം. സോ ഇതിൽ നോട്ട് ചെയ്യാനുള്ള പോയിന്റ്, ഫ്രട്ടേണിറ്റി എന്ന പോയിന്റ് അല്ല നമ്മൾ അമെന്റ്മെന്റ് ത്രൂ ആഡ് ചെയ്ത്, ഫ്രട്ടേണിറ്റിക്ക് അകത്ത് വരുന്ന അതിന്റെ ഒരു സെക്കൻഡ് ഭാഗമായി വരുന്ന യൂണിറ്റി ആൻഡ് ഇന്റഗ്രിറ്റി ഓഫ് ദി നേഷന്റെ ഇന്റഗ്രിറ്റി എന്ന് പറയുന്ന പോയിന്റ് ആണ് നമ്മൾ ആഡ് ചെയ്തത്. സോ അത് നോക്കിയാൽ ഫ്രട്ടേണിറ്റി ഓൾറെഡി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഉണ്ടായിരുന്നു, ഫ്രട്ടേണിറ്റിയും 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ടുമായിട്ട് ബന്ധമില്ല. പക്ഷെ ഫ്രട്ടേണിറ്റിയുടെ അകത്തുള്ള
ഒരു വേർഡായ ഇന്റഗ്രിറ്റിക്ക് ബന്ധമുണ്ട്. ബിക്കോസ് അതാണ് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ആക്ട് ത്രൂ നമ്മൾ ആഡ് ചെയ്തു. സോ നമ്മളിപ്പം നമ്മളുടെ 9 കീവേഡ്സും ഡിസ്കസ് ചെയ്തു. നമ്മളുടെ പ്രിയാമ്പിളിലുള്ള 9 കീവേഡ്സ്, ദാറ്റ് ഈസ് സോവറിൻ, സോഷ്യലിസ്റ്റ്, സെക്യുലർ, ഡെമോക്രാറ്റിക്, റിപ്പബ്ലിക് ആൻഡ് പിന്നെ ജസ്റ്റിസ്, ലിബർട്ടി, ഇക്വാലിറ്റി ആൻഡ് ഫ്രട്ടേണിറ്റി. സോ നമ്മളുടെ ഒരു കീവേഡ്സ് എന്ന പോർഷൻ ഇതിലൂടെ തീർന്നു. ഇനി നമുക്ക് എന്താണ് നോക്കാം. പ്രിയാമ്പിൾ ആസ് എ പാർട്ട് ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷൻ. ഈ ഒരു ക്ലാസ് തുടങ്ങിയപ്പോൾ തന്നെ ഞാൻ പറഞ്ഞിരുന്നു, നമ്മൾ ആ ഒരു അമെന്റ്മെന്റിന്റെ കാര്യം ഡിസ്കസ് ചെയ്തപ്പോൾ പല ജഡ്ജ്മെന്റിലും അല്ലെങ്കിൽ പല ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിലും വന്ന ഒരു ക്വസ്റ്റ്യൻ, ആ ഒരു ജഡ്ജ്മെന്റ് വരുന്നതിന് മുമ്പേ വന്ന ഒരു ക്വസ്റ്റ്യൻ ഈസ് പ്രിയാമ്പിൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണോ എന്നുള്ളത്. സോ ഫസ്റ്റ് ഇത് ഡിസ്കസ് ചെയ്തത് നമ്മുടെ ബേരുബാരി യൂണിയൻ കേസ് 1960-ലാണ്. സോ ഈ ഒരു കേസിൽ ആ ഒരു ജഡ്ജ്മെന്റ് ആയിട്ട് വന്നത് ഈസ് പ്രിയാമ്പിൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമല്ല എന്നായിരുന്നു ഈ ഒരു ജഡ്ജ്മെന്റ് ത്രൂ പറഞ്ഞിരുന്നത്. സോ ഇത് നോട്ട് ചെയ്ത് വെക്കുക. ഫസ്റ്റ് കേസ് നമുക്ക് നോക്കാനുള്ളത് ഈസ് ബേരുബാരി യൂണിയൻ കേസ് ഓഫ് 1960. ഈ കേസിൽ സുപ്രീം കോടതി വിധിച്ചത് അല്ലെങ്കിൽ സുപ്രീം കോടതിയുടെ അഭിപ്രായം വാസ് പ്രിയാമ്പിൾ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അല്ല എന്നുള്ള പോയിന്റ് ആണ്. അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. പിന്നെ വരുന്നത് ഈ ഒരു ജഡ്ജ്മെന്റിനെ റിവേഴ്സ് ചെയ്തുകൊണ്ട് വന്നതായിരുന്നു നമ്മളുടെ മോസ്റ്റ് ഫേമസ് കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973. ഈ ഒരു കേസ് നമ്മൾ ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷന്റെ കാര്യത്തിൽ പലയിടങ്ങളിലും പഠിക്കും. കാരണം ഇത് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു കേസാണ്. സോ ഇതിന്റെ ഫസ്റ്റ് തന്നെ നമ്മൾ പ്രിയാമ്പിളിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കേശവാനന്ദ ഭാരതി കേസ് ഓഫ് 1973. ഇതില് സുപ്രീം കോടതി എന്ത് ചെയ്തു? പ്രിയാമ്പിള് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്ന് പറഞ്ഞു. സോ ഇത് ലാൻഡ്മാർക്ക് കേസാണ്, ഇത് നോട്ട് ചെയ്യുക. സോ ഈ ഒരു കേസ് ത്രൂ സുപ്രീം കോടതി വിധിച്ചിരുന്നു നമ്മളുടെ പ്രിയാമ്പിൾ എന്താണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം തന്നെ ആണ്. ഇത് ഉറപ്പുവരുത്താനായിട്ട് LIC കേസ് കൂടെ നോക്കാം. 1995 ഇതിലും എന്താണ് കോടതി പറഞ്ഞിരുന്നു, ആ ഒരു ജഡ്ജ്മെന്റിനെ അപ്പീൽ ചെയ്തുകൊണ്ട് പറഞ്ഞിരുന്നു ദാറ്റ് ഈസ് പ്രിയാമ്പിൾ എന്താണ് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണെന്ന് തന്നെ. സോ കേശവാനന്ദ ഭാരതി കേസിലും LIC ഓഫ് ഇന്ത്യ കേസിലും കോടതി ഉത്തരവ് വെച്ചത് ഈസ് പ്രിയാമ്പിൾ നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. പക്ഷെ ഇതിന്റെ ഒരു എന്താ പറയുക ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു ഇത് വന്നത് ഫസ്റ്റ് 1960 1960 വന്ന ബേരുബാരി യൂണിയൻ കേസിലാണ് സുപ്രീം കോടതി പറഞ്ഞത് പ്രിയാമ്പിളിന്റെ ഭാഗമല്ല. പിന്നെ 1973 വന്ന കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതി പറഞ്ഞത് ഈ പ്രിയാമ്പിള് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ്. അത് ഫോളോ ചെയ്തുകൊണ്ട് വന്ന LIC കേസ് 1995 വന്ന LIC കേസിലും പറഞ്ഞത് പ്രിയാമ്പിൾ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമാണ് എന്നുള്ളതാണ്. പിന്നെ നമുക്ക് പ്രിയാമ്പിളിന്റെ കാര്യത്തിൽ നോട്ട് ചെയ്യാനുള്ളത്, Preamble is neither to the legislature nor a restriction of power of the legislature. അതായത് ലെജിസ്ലേച്ചറിന്റെ പവർ കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് അല്ല, അതേപോലെ തന്നെ ലെജിസ്ലേച്ചറിന്റെ പവറിനെ റെസ്ട്രിക്ട് ചെയ്യുന്ന ഒരു ഡോക്യുമെന്റും അല്ല. ഇറ്റ്സ് ലൈക്ക് എ ഗൈഡിങ് ഡോക്യുമെന്റ്. ഒരു ഗൈഡ് പോലെ ആക്ട് ചെയ്യുകയാണ് നമ്മൾ പ്രിയാമ്പിൾ ചെയ്യുന്നത്. ഈ ഒരു പ്രിയാമ്പിൾ യൂസ് ചെയ്തിട്ട് ലെജിസ്ലേച്ചറിന് എന്താണ് പവർ കൂട്ടാനോ അല്ലെങ്കിൽ തന്റെ പവർ കുറയ്ക്കാനോ എന്ത് ചെയ്യാൻ പറ്റില്ല, പ്രിയാമ്പിളിന് പറ്റില്ല. ലെജിസ്ലേച്ചറിന്റെ പവറിനെ ഒരു രീതിയിലും ബാധിക്കാൻ പ്രിയാമ്പിളിന് പറ്റില്ല. പക്ഷെ ലോ മേക്കിങ്ങിന്റെ കാര്യത്തിൽ നമ്മളുടെ പ്രിയാമ്പിൾ ആസ് എ ഗൈഡ് ആയിട്ട് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഓക്കെ, ലോസ് മേക്ക് ചെയ്യുമ്പോൾ പ്രിയാമ്പിളിന്റെ ഐഡിയാസ് നമ്മൾ മനസ്സിൽ കണ്ടുകൊണ്ട് വേണം ചെയ്യാൻ. സോ ഒരു ഗൈഡിങ് ഡോക്യുമെന്റ് ആണ്. ഇറ്റ് ഈസ് അൺഎൻഫോഴ്സിബിൾ. അതായത് നമ്മുടെ പ്രിയാമ്പിളിന്റെ കാര്യങ്ങളെല്ലാം വയലേറ്റ് ആയെന്നും പറഞ്ഞ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയിൽ പോകാൻ പറ്റില്ല. ഇറ്റ് കൻ നോട്ട് ബി എൻഫോഴ്സ്ഡ്. അതാണ് എൻഫോഴ്സ് ചെയ്യാൻ പറ്റില്ല എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കിപ്പോൾ ഫണ്ടമെന്റൽ റൈറ്റ്സ് ആണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും അതൊരു എൻഫോഴ്സബിൾ ഡോക്യുമെന്റ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. സോ അതിന്റെ സെൻസ് ഉദ്ദേശിക്കുന്നത് ഈസ് എന്റെ ഫണ്ടമെന്റൽ റൈറ്റ് വയലേറ്റ് ആയെന്ന് എനിക്ക് തോന്നുകയാണെങ്കിൽ എനിക്ക് കോടതിയിലേക്ക് പോകാൻ പറ്റും. സോ ദാറ്റ് ഈസ് ആൻ എൻഫോഴ്സബിൾ തിങ്. പക്ഷേ പ്രിയാമ്പിളിന്റെ കേസിൽ ഇറ്റ്സ് നോട്ട് എൻഫോഴ്സബിൾ. പ്രിയാമ്പിളിന്റെ ഒരു ഐഡിയ വയലേറ്റ് ആയെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോടതിയെ അപ്രോച്ച് ചെയ്യാൻ പറ്റില്ല. സോ ഇറ്റ് ഈസ് അൺഎൻഫോഴ്സബിൾ, കനോട്ട് ബി എൻഫോഴ്സ്ഡ്. സോ ആ ഒരു ക്വസ്റ്റ്യൻ ദാറ്റ് ഈസ് പ്രിയാമ്പിൾ അമെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള ക്വസ്റ്റ്യൻ നമ്മൾ ഇത് ത്രൂ ആൻസർ ചെയ്ത് കഴിഞ്ഞു. ദാറ്റ് ഈസ് സിൻസ് നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായതുകൊണ്ട് ഏതൊരു കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗം അമെൻഡ് ചെയ്യുന്നത് പോലെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിയാമ്പിളും അമെൻഡ് ചെയ്യാൻ പറ്റും. ഫണ്ടമെന്റൽ റൈറ്റ്സ് അമെൻഡ് ചെയ്യാൻ പറ്റും, DPSP അമെൻഡ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSPയും പോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളൊരു ഭാഗമാണ് നമ്മുടെ ഓപ്പണിംഗ് ഡോക്യുമെന്റ് ആയ പ്രിയാമ്പിൾ എന്ന് പറയുന്നത്. സോ അവരെ എത്രത്തോളം അമെൻഡ് ചെയ്യാൻ പറ്റും അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പ്രിയാമ്പിളിനെ അമെൻഡ് ചെയ്യാൻ പറ്റും അക്കോർഡിംഗ് ടു ആർട്ടിക്കിൾ 368. സോ ദാറ്റ് ഈസ് റിഗാർഡിംഗ് പ്രിയാമ്പിൾ. ഓക്കെ, പിന്നെ റീസെന്റ് ഡെവലപ്മെന്റ് ഒരു കറണ്ട് അഫയേഴ്സിന്റെ ഇതായിട്ട് നോക്കാനുള്ളത് നമ്മളുടെ ഈ ഒരു കേശവാനന്ദ ഭാരതി കേസിനെ പറ്റി ഞാൻ പറഞ്ഞിരുന്നു, ഇമ്പോർട്ടന്റ് ആണെന്ന് പറഞ്ഞിരുന്നു. സോ ആ ഒരു കേസിന്റെ 50th ആനിവേഴ്സറി
50 ഇയേഴ്സ് കംപ്ലീറ്റ് ചെയ്തിരുന്നു ഈ 2023. സോ ഈ ഒരു കേസ് എന്തായാലും ഇപ്പം കറണ്ട് അഫയേഴ്സിൽ ഇല്ലെങ്കിൽ പോലും നമുക്ക് വളരെയധികം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെന്റ് ആണ് കേശവാനന്ദ ഭാരതി എന്ന് പറയുന്നത്. സോ അതെന്തായാലും നോട്ട് ചെയ്ത് വെക്കുക. കാരണം ഇനി നമ്മൾ അങ്ങോട്ട് പറയാൻ പോകുന്ന ബേസിക് സ്ട്രക്ചർ ഡോക്ടറൈൻ എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട് നമുക്ക് ഇതിലൂടെയാണ് കിട്ടുന്നത്. സോ നിങ്ങളിപ്പോ കറണ്ട് അഫയേഴ്സിൽ ഇല്ലെങ്കിൽ പോലും ഈ ഒരു ലാൻഡ്മാർക്ക് ജഡ്ജ്മെന്റിനെ പറ്റി എല്ലാ വിവരങ്ങളും അറിഞ്ഞിരിക്കണം. And also in a first, the state of Kerala will now include the preamble to the Constitution of India in its revised school textbooks. നമ്മള് കേരള സ്റ്റേറ്റ് ആയിരിക്കും പ്രിയാമ്പിൾ. ഇത് ഓൾറെഡി ചില സ്റ്റേറ്റിലുണ്ട്, ചില സ്റ്റേറ്റിൽ ഇല്ല എന്നാണ് ഇപ്പൊ പറയുന്നത്. സോറി, എനിക്ക് മിസ്റ്റേക്ക് പറ്റിയതാ. സോ കേരള ആയിരിക്കും ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇൻട്രൊഡ്യൂസ് പ്രിയാമ്പിൾ ടു ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ. കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യയിൽ പ്രിയാമ്പിളും കൂടെ നമ്മൾ ഇനി എന്ത് ചെയ്യും, സ്കൂളിലെ ടെക്സ്റ്റ് ബുക്കിൽ കേരള ആഡ് ചെയ്യും. സോ ഇത് ഫസ്റ്റ് ആണ്, ഇതൊന്ന് നോട്ട് ചെയ്യുക. സോ ദാറ്റ് വാസ് റിഗാർഡിംഗ് കറണ്ട് അഫയേഴ്സ്. ഇനിയും നമുക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നോക്കാനുള്ളത്. ഇന്നലത്തെ ക്ലാസ്സിന്റെ ഒരു കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടായിരുന്നു. സോ അത് നമ്മൾ ഇന്നലത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടില്ലായിരുന്നു. സോ നമുക്ക് അതും കൂടെ എന്തായാലും ഇന്ന് തന്നെ നോക്കി പോവാം.